तो यीशु मसीह के नाम से प्रेम भरा नमस्कार को देता हूँ। यहाँ मेरा भाषा हिंदी है। तो हिंदी में मैं फ्लुएंट बोल सकता हूँ। मलयालम अभी गाँव जाकर आया, मेरी मम्मी की निधन का वजह से मैं 1 महीना और 10 दिन गाँव में थे, इसलिए थोड़ा मलयालम मेरा फ्लुएंट हो गया। मैं बोलने के लिए कोशिश करूँगा। वासुजी ഇവിടെ മലയാളി കേരള से भी लोग हैं, इसलिए फिर आप मलयालम में बोलिए। മലയാളം തന്നെ പറയാം. അയ്യോ, ഞാനിപ്പോ ഹിന്ദിയാണോ പറഞ്ഞത്? സോറി. അതെ, മലയാളം. അതെ, ഞാനിപ്പോ എന്റെ അമ്മച്ചി എന്റെ കൂടെ ഇവിടെ ഉണ്ടായിരുന്നു. മരിച്ച് ഇവിടുന്ന് ഞങ്ങൾ ബോഡി നാട്ടിൽ കൊണ്ടുപോയി. पर परमेश्वर കടമ്പനാട്, की दास അടൂര് കടമ്പനാടാണ് ഞങ്ങളുടെ വീട്. കടമ്പനാട് കല്ലൂരി എബ്രോൺ ചർച്ചിലെ മെമ്പേഴ്സാണ്, IPC എബ്രോൺ ചർച്ചിലെ മെമ്പേഴ്സ്. അവിടെ മനോഹരമായിട്ട് ഗ്രാൻഡായിട്ട് അമ്മച്ചിയുടെ അടക്കം നടത്താൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. അങ്ങനെ നാട്ടിൽ ഒരു മാസവും 10 ദിവസവും നിന്നതുകൊണ്ട് മലയാളം ഇപ്പം അവിടെ 3-4 ശുശ്രൂഷിച്ചത് കൊണ്ട് മലയാളം കുറച്ച് ഫ്ലുവൻ്റ് ആയി. और परमेश्वर के दास जो हैं उनकी माता जी उनके साथ रहते थे, और अमीन पिछले दिन वे प्रभु में सो गई और उन्हें उनके अमीन पार्थिव शरीर को लेकर उन्हें केरल जाना था। वहां पर उनकी दफनाई का सेवकाई सब हुआ और वहां 1 महीना 10 दिन वे वहां रहे। इस कारण से अमीन वहां पर सेवकाइयों में संबंधित रहने के कारण उनका जो मलयालम है वो अमीन थोड़ा और सुधार आया है, थोड़ा और बेहतर हुआ है। മരണത്തിന്റെ കാര്യം വന്നതുകൊണ്ട് മരണത്തോടനുബന്ധിച്ചുള്ള ദൈവദാസന്മാരും ദൈവമക്കളും പഠിക്കേണ്ടുന്ന 1-2 കാര്യങ്ങൾ ഞാൻ ഇനി നിങ്ങളോട് ഷെയർ ചെയ്യാം. और मृत्यु के विषय में परमेश्वर के दास लोग जो हैं, जो बातों को सीखना है और जो समझना है, उनमें से कुछ बातों को मैं आपको बताना चाहता हूँ। ആമേൻ. ഒരു നല്ല മരണം ലഭിക്കാൻ വേണ്ടി നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കണം. हम सभी लोग एक अच्छे आमीन मृत्यु पाने के लिए प्रार्थना करना जरूरी है। മേരി എന്റെ അമ്മ ബെഡ് റിഡൻ ആയിരുന്നെന്നും എന്റെ അമ്മയ്ക്ക് 3 മാസം നടക്കാൻ വയ്യാതെ ഞാൻ പൊക്കിയെടുത്ത് ബാത്റൂമിൽ കൊണ്ടുപോവുകയും എല്ലാ കാര്യങ്ങളും ചെയ്യുകയും നഴ്സിംഗ് ഡ്യൂട്ടി മൊത്തം എന്റേതും ബാക്കി ഡ്യൂട്ടി വൈഫും ചെയ്ത് ഞങ്ങള് ഷെയർ ചെയ്ത് ഓരോ ഡ്യൂട്ടികൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പല അഭിഷിക്തന്മാരോടെ ഞാൻ വിളിച്ചു പറഞ്ഞു, എന്റെ അമ്മച്ചിക്ക് സുഖമില്ല, നിങ്ങൾ പ്രാർത്ഥിക്കണേ. അപ്പൊ അവരെന്നോട് പറഞ്ഞു, എന്ത് പ്രാർത്ഥിക്കുമെന്ന് ഞങ്ങൾക്ക് ശരിക്കും അറിയത്തില്ല. അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ ദൈവത്തിൽ നിന്ന് കേട്ട ശബ്ദമാണ് നിങ്ങളോട് പറയാൻ പോകുന്നത്. നിങ്ങൾ അത് ഓർത്തിരിക്കുകയോ ബൈബിളിന്റെ ഏതെങ്കിലും സ്ഥലങ്ങളിൽ എഴുതി വെക്കുകയോ ചെയ്താൽ നിങ്ങൾക്ക് പ്രയോജനം. और प्रभु के दास की माता जी जो हैं काफी समय तक वे अस्वस्थ रहीं और आमीन बिस्तर में पड़े रहते थे, तो उनको उनके दिनचर्या के कार्यों को कराने के लिए प्रभु के दास उनको उठाकर ले जाते थे। और आमीन इत्यादि जो घर के कार्य हैं वे आपस में पति पत्नी मिलकर बांटकर कार्यों को करते थे। तो प्रभु के दास ने कई अभिषिक्त प्रभु के दासों से ये बात के विषय में चर्चा किया और प्रार्थना के लिए उनसे मांग किए। तो प्रभु के दास लोग इस प्रकार से आमीन इनसे पूछने लगे कि किस विषय के लिए हमें प्रार्थना करना है, हम नहीं जानते हैं। तब परमेश्वर के दास परमेश्वर से प्रार्थना करने के समय प्रभु की आत्मा ने बताया हुआ कुछ बातों को वो आज हमारे बीच में बांटना चाहते हैं। ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി, കർത്താവേ എന്റെ അമ്മച്ചിക്ക് നല്ലൊരു യാത്ര കൊടുക്കണേ കർത്താവ്. और प्रभु के दास इस प्रकार से प्रार्थना करने लगा कि मेरे माता जी को एक अच्छा आमीन स्वर्ग यात्रा को तू देना। ആമേ. രണ്ടാമൻ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി, കർത്താവേ എന്റെ അമ്മച്ചിക്ക് നല്ലൊരു യാത്ര അയപ്പ് നീ കൊടുക്കണേ കർത്താവ്. और अमीन इस प्रकार से आगे प्रार्थना करने लगा कि मेरे माता जी जो हैं उन्हें एक अच्छा विदाई की जो अमीन यात्रा है वो देने में तू मदद करना। ആമേ. നിങ്ങളുടെയൊക്കെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ, നമ്മൾ ഇന്നലെയാണെന്ന് തോന്നുന്നു എന്റെ വൈഫ് മൊബൈലിൽ നോക്കിയിട്ട് പറഞ്ഞു, കാനഡയിൽ 2 മക്കളുള്ള ഒരു മാതാവും പിതാവും ആത്മഹത്യ ചെയ്തു പട്ടിണി കാരണം. और കേരളത്തിൽ यदि നടന്ന हम സംഭവം. ആമേ. അതുകൊണ്ട് നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി കർത്താവെ നല്ലൊരു യാത്രയും നല്ലൊരു യാത്രയയപ്പും കൊടുക്കണമേ. അവര് കഷ്ടപ്പെടുന്നതിനിടയാകല്ലേ. ആമേ. നാം തന്നെ പ്രായമുള്ളവരാണെങ്കിൽ കർത്താവെ കട്ടിലിൽ കിടന്ന് കഷ്ടപ്പെട്ടു പോകുന്നതിനും അന്യജാതി ഞങ്ങളെ നോക്കി പഴിക്കുന്നതിനും ഇടയാക്കല്ലേ എന്ന് നമുക്ക് ധൈര്യത്തോടെ പ്രാർത്ഥിക്കാൻ കഴിയണം.
और पिछले दिनों में हमने एक ऐसे खबर को सुना कि कनाडा में दो बच्चे होने वाले एक माता पिता ने पिछले दिनों में आत्महत्या कर कर उनके जीवन को उन्होंने अंत किया। ये केरल में, केरल के लोगों का एक घटना है। तो आज हमें इस प्रकार से प्रार्थना करना जरूरी है। यदि हमारे माता पिता उम्र उम्र है या बुजुर्ग अवस्था में है, तो उन्हीं के लिए हमें इस प्रकार से प्रार्थना करना है कि परमेश्वर ने एक अच्छा आमीन विदाई और अच्छा एक स्वर्ग यात्रा को तू देना प्रभु। और यदि हम भी उम्र पाए हुए लोग हैं, तो हमें भी इस प्रकार से प्रार्थना करने का एक धीरज और हियाव होना जरूरी है। मैंने मेरे माता ഞാൻ എന്റെ അമ്മച്ചിയോടെയും പറഞ്ഞു, അമ്മച്ചി അമ്മച്ചിക്ക് 2 ബെഡ് സോർ ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, അമ്മച്ചി ഇത് എത്ര മരുന്ന് കഴിച്ചിട്ട് ഇതൊന്നും സുഖമാകുന്നില്ല, ഹോസ്പിറ്റലിൽ എടുക്കത്തില്ല. ആമേ, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്? വാർദ്ധക്യ രോഗത്തിന് ഹോസ്പിറ്റലിൽ എടുക്കത്തില്ല, ബെഡ് സോർ ഡ്രസ് ചെയ്യാൻ ഹോസ്പിറ്റലിൽ എടുക്കത്തില്ല, ഡയബറ്റീസ് വന്ന് കാലിൽ ബ്ലഡ് പാസ് ചെയ്തില്ല, കാലിന് ജീവൻ ഇല്ലാതായാൽ ഹോസ്പിറ്റലിൽ എടുക്കത്തില്ല. അതുകൊണ്ട് നാം എല്ലാവരും വളരെ ശ്രദ്ധിച്ച് നമുക്ക് വേണ്ടിയും നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയും നമ്മുടെ സഹോദരങ്ങൾ പ്രായമുള്ളവരാണെങ്കിലും അവർക്ക് വേണ്ടി ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചെങ്കിലേ മതിയാവത്തുള്ളൂ. നിങ്ങളെ ഡോക്ടർമാരും എടുക്കത്തില്ല. तो ये इस प्रकार से प्रार्थना പറയാൻ करना പറ്റുന്ന आप പറഞ്ഞാൽ മതി വാസ്തവ കേട്ടോ. ഞാൻ മലയാളികൾക്ക് പഠിക്കാൻ വേണ്ടി അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. इस प्रकार से प्रार्थना करना जरूरी क्यों है पूछा जाए तो एक उम्र के बाद जब आप बिस्तर में पड़े रहते हैं, तो बिस्तर में पड़े पड़े आपके शरीर में कुछ घाव ऐसे हो जाते हैं जो कोई भी अस्पताल उसका इलाज या उसके ड्रेसिंग करने के लिए वे लोग आपको भर्ती नहीं कराते हैं। या फिर आप मान लीजिए आपको डायबिटीज की बीमारी आ गए हैं और उसी के कारणवश जो भी घाव होते हैं, जो भी समस्याएं होती हैं, उसके प्रति भी इलाज करने के लिए वे तिरस्कार करते हैं। तो ऐसे स्थिति में आप क्या करेंगे? आप भी आई मीन मुश्किल में पड़ जाते हैं। तो आप इस विषय के लिए इस कारण वश हमें प्रार्थना करना अनिवार्य है। മരണത്തെ കുറിച്ച് ഇത്രയും പറഞ്ഞിട്ട് ഇനി കുഞ്ഞുങ്ങളെ കുറിച്ച് ചില കാര്യങ്ങൾ ദൈവം എന്നോട് ഡയറക്റ്റ് സംസാരിച്ച ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങൾ അത് നോട്ട് ചെയ്ത് വെക്കുവോ, നിങ്ങൾ അല്ലെങ്കിൽ പിന്നെ ഇത് യൂട്യൂബിൽ നിന്ന് കേൾക്കുവോ, റെക്കോർഡൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, കേൾക്കുകയോ ചെയ്യുക. ആമേ, ഞാൻ നിങ്ങളെ അവിടെ അതും കൂടെ ഒന്ന് പഠിപ്പിച്ചിട്ട് വചനത്തിലേക്ക് പ്രവേശിക്കാം. കറക്റ്റ് ടൈമിന് തന്നെ ഞാൻ നിർത്തുകയും ചെയ്യാം. और मृत्यु के विषय में मैंने इतने संक्षिप्त में कुछ बातों को आपको समझाया है, और बच्चों के विषय में भी, हमारे संतानों के विषय में भी कुछ बातों को बताता हूं जो परमेश्वर ने मुझसे व्यक्तिगत रीति से बात किया है। उसके बाद हम वचन में प्रवेश करेंगे। ആമേ, ഇവിടെ എത്ര യൗവനക്കാരുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. നിങ്ങളുടെ മക്കൾ ഒരുപക്ഷെ യൗവനക്കാരായിരിക്കാം. അവർ യൗവനക്കാരായിരിക്കുമ്പോൾ ആമേൻ ഒരു 10-15 വയസ്സൊക്കെ ആവുമ്പോൾ തന്നെ അവരോട് പറയുക, നിങ്ങൾക്ക് ദൈവം വെച്ചിരിക്കുന്ന പാർട്ട്ണർക്ക് വേണ്ടി നിങ്ങൾ ഇപ്പോഴേ പ്രാർത്ഥിച്ചു തുടങ്ങുക. ആമേൻ. അപ്പൊ ഒരു 18 വർഷമെങ്കിലും അവർ പ്രാർത്ഥിക്കും. 15 തൊട്ട് 25 വയസ്സാകുമ്പോഴല്ലേ കല്യാണം ഏകദേശം ഒക്കെ നടക്കത്തുള്ളൂ. അപ്പം അവരൊരു 10 വർഷമെങ്കിലും അവരുടെ പാർട്ട്നേഴ്സിന് വേണ്ടി തീർച്ചയായും പ്രാർത്ഥിച്ചിരിക്കും. और आप में से कितने जवान यहाँ पर उपस्थित है मैं नहीं जानता हूँ, या फिर आप माता पिता के बहुत अमीन जवान बच्चे रहेंगे। तो आप अपने बच्चों को उनके 15वें उम्र में जब वे पहुंचते हैं, तब से उन्हें प्रार्थना करने के लिए इस विषय को देना है कि आप अपने जीवन साथी के लिए जो आने वाला है उस विषय के लिए प्रार्थना करें। और ऐसे जब वो लोग प्रार्थना करने शुरुआत करते हैं, तो अगले 10 या 15 साल तक वो प्रार्थना कर सकते हैं अपने जीवन साथी के लिए। ആ സമയത്ത് മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾ വളരെ ചെറുതായിരിക്കുമ്പോൾ തന്നെ, അവർക്ക് 3-4 വയസ്സൊക്കെ ആകുമ്പോൾ തന്നെ ദൈവം അവരുടെ പാർട്ട്നേഴ്സിനെ എവിടെങ്കിലുമൊക്കെ ജനിപ്പിച്ചിട്ടുണ്ട്. മാതാപിതാക്കളുടെ കടമയാണ്, കർത്താവേ എന്റെ കുഞ്ഞു മോന് വേണ്ടി നീ എവിടെയോ ഒരു മോളെ ജനിപ്പിച്ചിട്ടുണ്ട്, ഞാൻ ആ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു, ആ പേരൻസിനെ അനുഗ്രഹിക്കുന്നു, ആ മോനെ അനുഗ്രഹിക്കുന്നു. അവൻ ആരോഗ്യത്തോടെ ദൈവകൃപയിൽ നല്ല വിദ്യാഭ്യാസത്തിൽ നല്ല ആമേൻ ഒരു പൊസിഷനിൽ വളർന്നു വരുവാൻ ആ കുഞ്ഞിനെയും അവന്റെ പേരൻസിനെയും സിബിലിങ്സിനെയൊക്കെ അനുഗ്രഹിക്കുന്നുവെന്ന് പേരൻസ് ആൺകുട്ടിക്ക് വേണ്ടിയും പെൺകുട്ടിക്ക് വേണ്ടിയും 3-4 വയസ്സാകുമ്പോ തൊട്ടേ ആ പ്രാർത്ഥന തുടങ്ങേണ്ടുന്നത് വളരെ ആവശ്യമാണ്. അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു 10-25 വർഷം അല്ലെ ഒരു 20 വർഷം നിങ്ങൾ പ്രാർത്ഥിക്കും. ദൈവം എന്നോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ആമേൻ,
നീ ഒരു ലോൺ എടുത്താൽ എത്ര വർഷം അത് അടയ്ക്കും? ഞാൻ പറഞ്ഞു, കർത്താവേ, ഞാൻ ലോൺ എടുത്തിട്ടില്ല. ആമേൻ. എന്നാൽ വീടിന് ലോൺ എടുക്കുന്നവരുടെയൊക്കെ കാര്യം ഞാൻ കേട്ടിട്ടുണ്ട്. അവര് 10 വർഷവും 15 വർഷവും അത് അടയ്ക്കും. അപ്പൊ ദൈവം എന്നോട് ചോദിച്ചു, ഒരു വീടിന്റെ ഇടിഞ്ഞു പോകുന്ന ഒരു വീടിന്റെ ലോൺ എടുത്താൽ അത് അടയ്ക്കാൻ 10ഉം 15ഉം വർഷം എടുത്താൽ നിന്റെ കുഞ്ഞിന്റെ മാരേജിന് വേണ്ടി നീ എത്ര നാള് പ്രാർത്ഥിക്കണം? ആമേൻ. तो प्रभु के लोगों, साथ साथ हमें माता पिता जो हैं, हम अपने बच्चे जब 3 या 4 5 साल के हो जाते हैं, तब से हमें उन उन बच्चों के भविष्य के लिए प्रार्थना करना है। और मैं यह समझता हूँ कि जब वे उस छोटी उम्र में रहते हैं, तभी परमेश्वर ने उनके लिए उनके जीवन साथियों को कहीं ना कहीं तैयार कर रहा है। तो उस विषय के लिए प्रार्थना करें कि प्रभु हमारे बच्चे, चाहे वो बेटा हो या बेटी हो, उनके लिए जो भी जीवन साथी प्रभु आपने तैयार कर रहा है, उनके अच्छे भविष्य के लिए, उनके अच्छे सेहत के लिए, उनके अच्छे पढ़ाई के लिए, उनके हर एक आवश्यकता है, उस परिवार को प्रभु आशीषित करने के लिए आप लोग प्रार्थना करना है। और हमें ऐसे आप प्रार्थना करेंगे तो एक लगभग 20 से 25 साल तक आप उस विषय के लिए प्रार्थना करते आएंगे। और प्रभु के दास से परमेश्वर की आत्मा ने ये बात को पूछा कि यदि आप एक घर के लिए ऋण लेते हैं, कर्ज लेते हैं, तो आप कितना साल तक उसे आप भरते हैं। तो साधारण रीति से हम जानते हैं ना कि 20-25 साल लोन भरने के लिए, ऋण भरने के लिए लोग हमें घर के उस विषय के लिए तैयार रहते हैं। तो इसी प्रकार से हम अपने बच्चे के लिए, उनके एक भविष्य के लिए कितने साल तक हम प्रार्थना करने के लिए तैयार है। നാം അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പെർഫെക്റ്റ് യോജന അവരുടെ ജീവിതത്തിൽ ദൈവം പൂർത്തിയാക്കും. और ये इस प्रकार से जब हम प्रार्थना करते हैं तो परमेश्वर का जो सिद्ध योजना है हमारे बच्चों के प्रति परमेश्वर पूरा करेगा। ആമേൻ. ഇപ്പോൾ കുഞ്ഞുങ്ങൾ പ്രായമായി, വിവാഹപ്രായമായി, അവർ 22, 23, 24 അല്ലെ 25, 28 ഒക്കെ വയസ്സായി. അങ്ങനെയുള്ള മാതാപിതാക്കളെ പ്രാർത്ഥിക്കാനും ദൈവം എനിക്ക് പറഞ്ഞു തന്ന, അതൊരു ദൈവദാസനിൽ കൂടി ദൈവം എന്നോട് സംസാരിച്ച ഒരു വചനം ഞാൻ പറയാണ്, ഒരു വാക്യം. അത് അങ്ങനെ എഴുതാൻ പറ്റുന്നവർ അങ്ങനെ തന്നെ എഴുതുക. ആമേ. ലോർഡ്, whatever you prepared for my child, it should come, amen, in your time. കർത്താവേ, നീ എന്റെ പ്രിപ്പയർഡ് ആൻഡ് പ്രിസർവ്ഡ്. ഇത് MV തോമസ് സാർ പറഞ്ഞു തന്നതാ സാറേ എനിക്ക്. ഞാൻ കൃപാമ്മയുടെ മാരേജിന് വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞപ്പോൾ ആ ദേവദാസൻ എന്നോട് പറഞ്ഞു, എനിക്കും 3 പെൺമക്കളും 1 മോനുമാണ്, 4 മക്കളുണ്ട് അദ്ദേഹത്തിന്, ഡോക്ടർ MV തോമസ് സാറിന്. അദ്ദേഹം എന്നോട് പറഞ്ഞ വാചനമാണ്, വാട്ട് എവർ ലോഡ് യു പ്രിപ്പയർഡ് ആൻഡ് പ്രിസർവ്ഡ്. ആ 2 വേർഡാണ് ഇമ്പോർട്ടന്റ്. പ്രിപ്പയർഡ് ആൻഡ് പ്രിസർവ്ഡ് ഫോർ മൈ ചൈൽഡ്. നിങ്ങൾക്ക് പേര് പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഇറ്റ് ഷുഡ് കം ഇൻ യുവർ ടൈം. ആമേൻ. നിന്റെ സമയത്ത് നീ എന്റെ കുഞ്ഞിന് വേണ്ടി ഒരുക്കി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ആ മകൻ അല്ലെങ്കിൽ ആ മകള് നിന്റെ സമയത്ത് എന്റെ കുഞ്ഞിന്റെ ജീവിതത്തിൽ വരണം. ആമേൻ. ഹല്ലേലൂയ. या फिर आपके बच्चे 20 या 25 साल की उम्र के हो चुके हैं और आप आप अपने बच्चों के विवाह के लिए प्रार्थना कर रहे हैं, तो आप इस प्रकार से प्रार्थना करना है। मैंने एक परमेश्वर के दास से ये बात को सुना है जो मैं आपको बता रहा हूँ कि हे प्रभु, आपने जो भी तैयार और संरक्षित कर कर रखा है मेरे बच्चे के लिए, वो आपका समय पर वो पूरा होने के लिए हम प्रार्थना करते हैं। ആമേൻ. ഹല്ലേലൂയ. ഞാൻ എന്റെ കുഞ്ഞുമകൾക്ക് വേണ്ടി അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. 6-7 മാസത്തിനകത്ത് ആ വിവാഹം, ആമേൻ, അല്ല 1 വർഷം എടുത്തു. ആമേൻ. അവർക്ക് ശുശ്രൂഷ ചെയ്യുന്ന ആളെ വേണം. പിന്നെ അവിടെ ഹൈറ്റ്, നമ്മുടെ ഭാഷയുടെ കൊച്ചുമട കൂട്ട് നല്ല ഹൈറ്റ് ആയിരുന്നു. അപ്പൊ അതിനെക്കാട്ടി ഹൈറ്റ് 6 അടി പൊക്കമുള്ള ഒരു ദൈവദാസൻ വേണമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഒരു 3 വർഷം പ്രാർത്ഥിച്ചു. പക്ഷെ ഈ പ്രാർത്ഥന ഏകദേശം 1 വർഷത്തോളം പ്രാർത്ഥിച്ചപ്പോൾ പെർഫെക്റ്റ് 2 പെൺകുഞ്ഞുങ്ങളുടെയും വിവാഹം ഞങ്ങള് പേരൻസ് നേരിൽ കണ്ടല്ല, പക്ഷേ പരിശുദ്ധാത്മാവ് ഫോണിൽ കൂടെ ഉറപ്പിച്ചത്. ഹല്ലേലൂയ. 2 കുടുംബങ്ങൾക്കും കൺഫർമേഷൻ പരിശുദ്ധാത്മാവ് തന്നെ തരികയും 2 കുടുംബങ്ങളുമായിട്ട് കല്യാണം ഉറപ്പിക്കുകയും ചെയ്ത്. ഇതെല്ലാം ദൈവം തന്നെ നടത്തി. നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം ദൈവം നടത്തി തരും. അതിനാ ഞാൻ ഇത് പറഞ്ഞത്. അല്ലാതെ വചനം പറയാൻ എൻ്റെ അടുത്ത് വചനം ഇല്ലാഞ്ഞിട്ടല്ല, വചനം ഇരിക്കുകയാണ് ഇഷ്ടം പോലെ പറയാൻ. ഹല്ലേലൂയ. ഞാൻ വചനവും സംസാരിക്കും. ആമേൻ.
और आप इस प्रकार से जब प्रार्थना करते हैं, प्रभु के दास ने भी अपने छोटी बेटी के लिए इसी प्रकार से 1 साल तक प्रार्थना किया कि परमेश्वर आपने जो भी तैयार कर कर रखे हैं, संरक्षित कर कर रखे हैं, वो आपका समय के लिए, वो समय पर वो पूरा होने पाए। कि इस प्रकार से 1 साल प्रार्थना करने का कारण ये था कि बेटी जो है सेवकाई करने वाले एक आमीन प्रभु के दास से विवाह करना चाहती थी, और बेटी का भी जो लंबाई कद जो है वो बहुत ऊंची थी। इसके कारण से हमें उस विषय के लिए इंतजार करना पड़ा, और प्रभु ने उस विषय के लिए भी एक आमीन हल को हमारे जीवन में दिया। तो इसी प्रकार आप भी आपके बच्चों के विषय में प्रार्थना कर सकते हैं। ആമേൻ. വിവാഹം കഴിക്കാനിരിക്കുന്നവരോടും കഴിഞ്ഞവരോടും പറയുകയാണ്, പ്രഗ്നൻസി പീരീഡിൽ നിങ്ങൾ അടികൂടരുത്. പ്രഗ്നന്റ് ആവുന്നതിന് മുമ്പ് അടി കൂടിക്കോ, കുഴപ്പമില്ല, പാസ്റ്ററോടെ പറഞ്ഞാൽ മതി, പാസ്റ്റർ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ഇത്തിരി അടി കൂടിയെന്ന്. ഹല്ലേലൂയ. പ്രഗ്നൻസി പീരീഡിൽ അടി കൂടിയാൽ ആ കുഞ്ഞ് ഡിപ്രഷനിലായി പോകും. നിങ്ങൾക്ക് 2 കുഞ്ഞ് കഴിഞ്ഞ് മൂന്നാമത്തെ ഒരു കുഞ്ഞ് അറിയാതെ ഉണ്ടാകുകയാണെങ്കിൽ നിങ്ങൾ അയ്യോ ഇതിനെ വേണ്ടായിരുന്നു എന്ന് ഒരു ശബ്ദം പറഞ്ഞാൽ ആ കുഞ്ഞ് ഡിപ്രഷനിൽ പോകും, റിജക്ഷനിൽ പോകും. ഇതൊക്കെ ഇന്നർ ഹീലിംഗ് പഠിപ്പിക്കുന്ന ശിവം പാസ്റ്ററുടെ കൂട്ടുള്ളവർ പഠിപ്പിക്കുന്നതാണ്. പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങളോട് നാം പറഞ്ഞിരിക്കേണ്ടുന്നതും നമ്മുടെ യൗവനക്കാർ അറിഞ്ഞിരിക്കേണ്ടുന്നതുമാണ്, പ്രഗ്നൻസി പീരീഡിൽ മാനസികമായ യാതൊരു പിരിമുറുക്കത്തിൽ കൂടെയും പോകാൻ അനുവദിക്കരുത്. വളരെ സന്തോഷത്തോടെ ദൈവികമായിട്ട് ആ 9 മാസം കൊണ്ട് നടന്ന് ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു, അതിനെ പാട്ട് കേൾപ്പിച്ചും അതിനെ വചനം വായിച്ചു കേൾപ്പിച്ചും അതിനുവേണ്ടി പ്രാർത്ഥിച്ചും അതിനെ പ്രോത്സാഹിപ്പിച്ചും സന്തോഷത്തോടെയും ഉന്മേഷത്തോടെയും ആമേൻ ഹല്ലേലൂയ നിങ്ങൾ ആ കുഞ്ഞിനെ പ്രസവിക്കാൻ ആമേൻ ആമേൻ. ഇതൊക്കെ യൗവനക്കാരോട് പറഞ്ഞു കൊടുക്കേണ്ടുന്ന കാര്യങ്ങളാണ്. പേരൻസ് ആണ് ഇതൊക്കെ പറയേണ്ടത്. ഞാൻ എന്റെ 2 और പെൺകുഞ്ഞുങ്ങളോട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സംസാരിക്കുമായിരുന്നു. അപ്പം വീട്ടിൽ എന്റെ വൈഫ് എന്നോട് പറയും, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കുഞ്ഞുങ്ങളോട് പറയാം. ഞാൻ പറയുന്ന തേങ്ങ ഇടാൻ വരുന്ന ഗോപാലകൃഷ്ണൻ ഇത് പറയാനൊക്കത്തില്ലല്ലോ, ഇത് പറയാനൊക്കുവോ? ഗോപാലകൃഷ്ണൻ തേങ്ങ ഇട്ടേച്ചങ്ങ് പോകത്തേല്ല ഉള്ളു. നമ്മുടെ കുഞ്ഞുങ്ങളെ ഇതൊക്കെ പറയുകയും പഠിപ്പിക്കുകയും ചെയ്യണമെന്ന് നമ്മുടെ ജോലിയാണ്. ഒരു ഗോപാലകൃഷ്ണനാണ് ഞങ്ങളുടെ വീട്ടിൽ വരുന്ന. ഈ ഗ്രൂപ്പിൽ ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണേ. ആമേൻ ഹല്ലേലൂയ. നമ്മളാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ നല്ലതും തീയതും പഠിപ്പിക്കേണ്ടുന്നത്. അത് മാതാപിതാക്കൾ മറന്നു പോകരുത്. അതിൽ നിങ്ങൾ നാണിച്ചാൽ നിങ്ങളുടെ कुഞ്ഞുങ്ങൾക്ക് ആമേൻ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. और यदि आप विवाहित हैं और आप आमीन गर्भ धारण किया हुआ स्थिति में हैं, तो आप इस विषय को ध्यान रखना है कि आप कभी भी आपके पारिवारिक जीवन में एक दूसरे से लड़ाई झगड़े को ना करें। कारण यह है क्योंकि वो गर्भ में जो बच्चा जो जन्म ले रहा है, उसी के जीवन में उसका प्रभाव पड़ सकता है। वो बच्चा जो है वो निराशा की अवस्था में जा सकती है। हमें हमेशा याद रखना है कि आपको 1-2 बच्चे पहले से परमेश्वर ने दे रखे हैं। तीसरे बच्चे आपके जानकारी के बगैर ही हो रहा है, तो अब कभी भी ये शब्दों को ना कहना कि हमें नहीं चाहिए था, हमने नहीं चाहा था। इस विषय को यदि आप कहते हैं, वो बच्चे के मानसिक दशा में, मानसिक स्थिति में बहुत प्रभाव डाल सकता है। और हमेशा ये सारे बातें माता पिता का कर्तव्य है कि वे अपने बच्चों को बता कर दे। हमें यदि हम ना बताए तो कौन और बता सकता है। हम किसी और को तो नहीं बता सकते, कम से कम हम अपने बच्चों को इन बातों को, इन आत्मिक शिक्षाओं को हम समझाए। यदि आप गर्भधारण की अवस्थिति में हैं, खुशी से रहे, प्रार्थना में रहे, अच्छे आत्मिक गीतों को सुनते रहे, ताकि जो आपके पेट में बच्चा पल रहा है उसके भी जीवन में एक संतुष्टि और आनंद की अवस्था में वे पल कर आए। ആമേൻ ഹല്ലേലൂയ. ഞാൻ സന്ദേശത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഞാൻ നിൽക്കുന്ന ഇന്ത്യ ഹൗസ് ഓഫ് പ്രയർ എന്ന് പറയുന്ന ആമേൻ ആ മിനിസ്ട്രിയിൽ നിന്ന് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. അതിന്റെ ഞങ്ങളുടെ ലീഡറായിരിക്കുന്ന റവറൻ BA സാമുവൽ സാറിന്റെ പേരിലും ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. എന്റെ വൈഫ് ഷീലയുടെ പേരിലും എന്റെ 2 പെൺകുഞ്ഞുങ്ങൾ കെസിയ, കൃപ, ആമേൻ എല്ലാവരുടെയും പേരിൽ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഭാഷ ചുരുക്കി പറഞ്ഞാൽ और प्रभु के नाम में मैं आप सभी को स्वागत करता हूं। मैं वचन में प्रवेश कर रहा हूं। मैं अब जो संस्था में हूं, इंडिया हाउस ऑफ प्रेयर, उस मैं संस्था के नाम से भी, उसके अध्यक्ष के नाम से, मेरे परिवार और मेरे बच्चों के नाम से मैं आपको स्वागत देता हूं। ആമേൻ. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഈശു കർത്താവിന്റെ
മിനിസ്ട്രി മോഡലുകളെ കുറിച്ചാണ്, അല്ലെങ്കിൽ കർത്താവ് ഏതൊക്കെ രീതിയിലാണ് ശുശ്രൂഷിച്ചത്, ആ വിഷയങ്ങളെ കുറിച്ചാണ് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. आज मैं आपसे जो बातें करना चाहता हूँ वो यीशु मसीह की सेवकाई के जो आमीन रूपरेखा थी या सेवकाई के जो तरीके थे उसके विषय में मैं आपसे कुछ बातों को बांटना चाहता हूँ। ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയാൻ കഴിയും, ദ മോഡൽസ് ഓഫ് ജീസസ് മിനിസ്ട്രി. और आमीन अंग्रेजी में हम इस प्रकार से उसका शीर्षक दे सकते हैं कि यीशु मसीह की सेवकाई के रूपरेखा। അതിനാധാരമായിട്ട് മത്തായി 4:23 മർക്കോസ് 10:45 നമുക്ക് വായിക്കാം. മത്തായി 4:23. उसी आधारित हम पढ़ेंगे मत्ती के सुसमाचार 4 अध्याय उसके 23वें पद, और मरकुस के सुसमाचार में से भी एक आयत है, हम वो बाद में पढ़ेंगे। 10:45 ആരെങ്കിലും മലയാളത്തിൽ വായിച്ചാൽ, മലയാളത്തിലും ഹിന്ദിയിലും വായിച്ചാൽ. यीशु सारे गलील में फिरता हुआ उनके आराधनालयों में उपदेश करता और राज्य का सुसमाचार प्रचार करता और लोगों की हर प्रकार की बीमारी और दुर्बलता को दूर करता रहा। മത്തി 4:23 ആരെങ്കിലും വായിച്ചാട്ട് മലയാളത്തിൽ. 4:23. പിന്നെ യേശു ഗലീലൊക്കെയും ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് അവരുടെ പള്ളികളിൽ ഉപദേശിക്കുകയും രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുകയും ജനത്തിലുള്ള സകല ദീനത്തെയും വ്യാധികളെയും സൗഖ്യമാക്കുകയും ചെയ്തു. ആമേൻ. മർക്കോസ് 10:45, മാർക്ക് 10:45 पढ़िए। मरकुस 10:45 इस प्रकार से पढ़ते हैं कि क्योंकि मनुष्य का पुत्र इसलिए नहीं आया कि उसकी सेवा टहल की जाए, पर इसलिए आया कि आप सेवा टहल करे और बहुतों की छुड़ौती के लिए अपना प्राण दे। മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നത്. ആമേൻ. ഈ 2 വാക്യങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത് 5 പ്രകാരത്തിലുള്ള ശുശ്രൂഷകളാണ് കർത്താവ് ചെയ്തത്. इन दोनों वचनों से हम ये बात को समझ सकते हैं कि यीशु मसीह ने 5 अलग प्रकार की सेवकाइयों को अपने इस जीवन काल में किए हैं। ആമേൻ. 1, പ്രസംഗ ശുശ്രൂഷ കർത്താവിന്റെ ഒരു ശുശ്രൂഷയായിരുന്നു. पहला है प्रचार कार्य। यीशु मसीह जो है जहां जहां जाते थे वे प्रचार किया करते थे। രണ്ടാമത്തെ ശുശ്രൂഷയാണ് ടീച്ചിങ് മിനിസ്ട്രി, അതാ പഠിപ്പിക്കുന്ന ശുശ്രൂഷ. दूसरा है वो उपदेश देने की कार्यों को वो किया करते थे। ആമേൻ. മൂന്നാമത്തെ മിനിസ്ട്രിയാണ് ഹീലിംഗ് മിനിസ്ട്രി, അഥവാ സൗഖ്യമാക്കുന്ന ശുശ്രൂഷ. तीसरा जो सेवकाई यीशु मसीह ने किया वो है बीमारियों को चंगाई कराने वाला जो सेवकाई है। നാലാമത്തതാണ് പ്രയർ മിനിസ്ട്രി. ആമേൻ. കർത്താവിന്റെ പ്രാർത്ഥനാ ശുശ്രൂഷ. चौथा है यीशु मसीह का प्रार्थना की सेवकाई। ആമേൻ. അഞ്ചാമത്തതാണ് സർവീസ് അഥവാ സേവ അഥവാ ശുശ്രൂഷ. और पांचवा जो है हम देखते हैं कि यीशु मसीह जो है सेवा आमीन करने के लिए आया है। यीशु के सेवा कार्य के विषय में उसकी सेवकाई में हम देखते हैं। ആമേൻ. കലീസിയയ്ക്ക് ചർച്ചിന് ഒരു 5-fold മിനിസ്ട്രി കൊടുത്തിട്ടുണ്ട്. എന്നാൽ യേശു കർത്താവും ഒരു 5-fold മിനിസ്ട്രി ആണ് ചെയ്തത്. നമ്മൾ വചനം പഠിക്കുമ്പോൾ ഈ രീതിയിൽ ഇതിനെ എടുത്ത് പഠിച്ചാൽ നമ്മുടെ മെമ്മറിയിൽ നിൽക്കാൻ വളരെ എളുപ്പമാണ്. 5-fold മിനിസ്ട്രി ഓഫ് ചർച്ച് and 5-fold ministry of Jesus Christ. यीशु मसीह ने 5 प्रकार की सेवकाई को जिस प्रकार से अपने सेवा कार्य में किया, उसी प्रकार से कलीसिया को भी परमेश्वर ने 5 प्रकार के सेवा कार्यों को दिया गया है। तो आप जब वचन को सीखते हैं, इन दोनों को एक साथ रखकर आप पढ़ेंगे तो आपको याद रखने में आसान रहेगा। എഫേസ്യ 4:11-12 5-fold മിനിസ്ട്രി ഓഫ് ചർച്ച് നമ്മൾ കാണുന്നത്. इफिसियों की पत्री 4 अध्याय उसके 11 और 12 आयत में
कलीसिया के लिए दिया हुआ 5 प्रकार की सेवकाइयों के विषय में उल्लेख दिया गया है। ആമേൻ. ഒന്നാമത് നമുക്ക് നോക്കാം, യേശു കർത്താവ് എങ്ങനെയാണ് പ്രസംഗിച്ചത്. ഈ 5 മിനിസ്ട്രിയിലും കൂടുതൽ കർത്താവ് ചെയ്തത് പ്രാർത്ഥനയാണെങ്കിലും അതിനോടൊപ്പം തന്നെ നിൽക്കുന്നത് ഒരു ശുശ്രൂഷയാണ് കർത്താവ് ചെയ്തത്, പ്രസംഗിക്കുന്ന ശുശ്രൂഷ. पहले हम देखेंगे कि यीशु मसीह ने जो प्रचार कार्यों को किस प्रकार से किया। हम ये बात को जरूर जानते हैं कि यीशु मसीह ने अधिकतर समय प्रार्थना में अपने समयों को बिताया है, परंतु प्रार्थना के साथ साथ यीशु के सेवा कार्य में जो प्रचार का काम था वो कैसे यीशु मसीह ने निभाया है। ആമേൻ. എന്താണ് പ്രസംഗം? അത് നാം പഠിച്ചിരിക്കണം, എങ്കിലേ നമുക്ക് പ്രസംഗിക്കാൻ കഴിയത്തുള്ളൂ. प्रचार क्या है ये पहले हमें सीखना जरूरी है, इसी के बाद ही हम सही रीति से प्रचार कर पाएंगे। ആമേൻ. പ്രസംഗം എന്ന് പറയുന്നത് ദൈവവചനത്തെ അധികാരത്തോടെ ഒരു രാജാവിന്റെ ശിഷ്യൻ വിളംബരം ചെയ്യുന്നത് പോലെ വിളംബരം ചെയ്യുന്നത്. എങ്ങനെ? അണ്ടർ ദി അനോയിന്റിങ് ഓഫ് ഹോളി സ്പിരിറ്റ്. ഞാൻ ഇംഗ്ലീഷിൽ പറയാം, പിന്നെ അത് ഹിന്ദി പറഞ്ഞാൽ മതി. പ്രൊക്ലമേഷൻ ഓഫ് ഗോഡ്സ് പ്രീച്ചിങ് ഈസ് ദ അതോറിറ്റേറ്റീവ് പ്രൊക്ലമേഷൻ ഓഫ് ഗോഡ്സ് വേർഡ് അണ്ടർ ദി അനോയിന്റിങ് ഓർ ദി അങ്ഷൻ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ആമേൻ. പ്രസംഗം എന്ന് പറയുന്നത് ആധികാരികമായിട്ട് ദൈവവചനത്തിന്റെ ശുശ്രൂഷ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ നിന്നുകൊണ്ട് ചെയ്യുന്നതാണ് പ്രസംഗം. प्रचार क्या है पूछा जाए तो प्रचार कार्य जो है वो परमेश्वर के अधिकार के तहत रहकर परमेश्वर के वचन की घोषणा करना है, पवित्र आत्मा के नियंत्रण में और अभिषेक के साथ। ഷോർട്ടില് ഞാൻ ഹിന്ദിയിലൊന്ന് പറയാം, അത് പിന്നെ മലയാളത്തിലാക്കാം. രാജാ के दूध की तरह परमेश्वर की वचन की साहस और अधिकार के साथ घोषणा करना जो पवित्र आत्मा की अभिषेक से होती है. एक രാജഭൃത്യൻ കുതിരപ്പുറത്ത് വന്ന് എഴുതിയിരിക്കുന്ന അത് രാജാവിന്റെ വിളംബരം തുറന്ന് അധികാരത്തോടെ ചെണ്ട കൊട്ടി പറയുന്നത് പോലെ അധികാരത്തോടെ ധൈര്യത്തോടെ യഥാർത്ഥമായും ദൈവം എന്ത് പറഞ്ഞോ അത് വിളിച്ചു പറയുന്നതിനെയാണ് പ്രസംഗം എന്ന് പറയുന്നത്. एक राजा के कर्मचारी जिस प्रकार से घुड़सवार पर होकर आकर किस प्रकार से लोगों के बीच में राजा के उस आदेशों का ऐलान करता है, वो अधिकार रीति से किस प्रकार से उसकी घोषणा करता है, उसी प्रकार से प्रचार कार्य है जो परमेश्वर ने दी हुई अधिकार में हम प्रभु के सेवक जो हैं, हम प्रभु के कार्यों की घोषणा करना है। ആമേൻ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പ്രസംഗിക്കുന്നവർ മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. അതാണ് ആമേൻ, പ്രസംഗം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിലെ വിചാരങ്ങൾ പറയുന്നതല്ല. बहुत महत्वपूर्ण रीति से प्रचार करने वाले लोग इस बात का ध्यान रखना जरूरी है कि प्रचार करना ये नहीं कि अपने हृदय की जो बातें हैं या सोच विचार है उसी को कहना ही नहीं है। आमीन. प्रचार हमारा विचार नहीं है बल्कि स्वर्ग का संदेश है. പ്രസംഗം നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ വിചാരങ്ങളുമല്ല, സ്വർഗത്തിലെ ദൈവം പറഞ്ഞിരിക്കുന്നത് ഏറ്റുപറയുകയാണ് പ്രസംഗം. और प्रचार जो है हमारा विचार या हमारा सोच नहीं है, परंतु स्वर्ग का परमेश्वर ने जो कहा है उसी का घोषणा करना है, वही प्रचार को कहलाया जाता है। ആമേൻ. പ്രസംഗം 4 രീതികളിലാണ് കർത്താവ് പ്രസംഗിച്ചത്. ആ 4 രീതികളെ കുറിച്ച് ചെറുതായിട്ട് നമുക്ക് ചിന്തിക്കാം. 4 प्रकार से 4 रीति से परमेश्वर ने प्रचार किया है, उस 4 बातों को हम संक्षिप्त में देखने की कोशिश करेंगे। Number 1, his message was kingdom centered message. ആമേൻ. ദൈവ രാജ്യത്തെ കുറിച്ചുള്ള പ്രസംഗമായിരുന്നു കർത്താവ് പ്രസംഗിച്ചത്. यीशु मसीह का जो प्रचार था वो परमेश्वर के राज्य केंद्रित एक प्रचार था। आमीन. मत्ती 4:17, मत्ती 4:17, मत्ती 4 का 17 में ये बात को
हम देख Yeah, सकते ആ हैं। നിങ്ങൾ റെഫറൻസ് എഴുതിയാൽ മതി, വായിക്കാൻ നമുക്ക് നേരമില്ലാത്തതുകൊണ്ട് പിന്നെ നിങ്ങൾ വായിച്ചാൽ മതി. ആരെങ്കിലും എഴുതിയെടുക്കുന്നുണ്ടെങ്കിൽ 2-3 ലൈൻ വിട്ടിരുന്നാൽ മതി. ആമേൻ. ബൈബിൾ സ്കൂളിൽ ഞങ്ങൾ അങ്ങനെ പറയുന്നത്, നിങ്ങൾ അത് ഹോംവർക്കായിട്ട് കൊടുക്കത്തതേ ഉള്ളൂ. മത്തി 4:17. ആമേൻ. ഹല്ലേലൂയ. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ആ ദിവസങ്ങളില് യേശു കർത്താവ് ഇങ്ങനെ പ്രസംഗിക്കാൻ തുടങ്ങി, മാനസാന്തരപ്പെടുക, ദൈവരാജ്യം അടുത്തിരിക്കുന്നു. और वहां मत्ती 4:17 में इस प्रकार से लिखा हुआ है कि मन फिराओ क्योंकि परमेश्वर का राज्य निकट है। ആമേൻ. കർത്താവ് കഥ പറഞ്ഞാലും ഉപമ പറഞ്ഞാലും കർത്താവ് പ്രസംഗം പറഞ്ഞാലും എല്ലാ അതിനകത്തിൽ ദൈവരാജ്യമുണ്ട്, മാനസാന്തരമുണ്ട്. ആമേൻ. यदि यीशु मसीह ने जो है चाहे वो कहानियों को कहे, चाहे वो दृष्टांत में से कहें, या चाहे कोई भी बात कहते हैं, उस सब के अंदर उस परमेश्वर का राज्य का जिक्र जरूर वो करता है। ആമേൻ. ദൈവരാജ്യത്തിന്റെ സന്ദേശം എന്താണ്? അത് നിങ്ങൾ തീർച്ചയായിട്ടും എഴുതുക. ദൈവരാജ്യത്തിന്റെ സന്ദേശം എന്താണ്? റിപ്പൻഡൻസ് പ്ലസ് റൂൾ ഓഫ് ഗോഡ്. ആമേൻ. പശ്ചാത്തപിക്കുകയും ആമേൻ ദൈവത്തിന്റെ നിയമത്തിന് അധീനമായി പോവുകയും ചെയ്യുന്നതാണ് ദൈവരാജ്യം. परमेश्वर के राज्य का आमीन जो है समाचार क्या है पूछा जाए तो आप जरूर उसको लिखकर रखने की कोशिश करें। एक है कि पश्चाताप का अनुभव में आना, दूसरा है परमेश्वर के अधिकार और नियम में चलना। ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത് കർത്താവ് ഉപയോഗിച്ച രീതിയാണ് ഹി പ്രീച്ച്ഡ് വിത്ത് അതോറിറ്റി. അവൻ അധികാരത്തോടെ പ്രസംഗിച്ചു. दूसरा आमीन रीति जो परमेश्वर ने अपने प्रचार कार्य में उपयोग किया वो यह है कि उसने यीशु मसीह ने जो है वो अधिकार के साथ वो प्रचार करता था। മത്തി 7:29. मत्ती के सुसमाचार 7:29. 7 अध्याय उसके 29वें आयत ये आप लिख कर रखें। അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവൻ ശാസ്ത്രീയമാരുടെ കൂട്ടല്ല, അവൻ അധികാരമുള്ളവനായിട്ട് പ്രസംഗിച്ചു എന്ന് ആ വചനം പറയും. वहां वचन इस प्रकार से लिख कर रखा हुआ है कि वे आमीन शास्त्रियों के जैसे नहीं बोला करता था, परंतु बड़े अधिकार के साथ वो अपने बातों को कहते थे। യേശു മസീഹ് ദൈവിക അധികാരത്തിൽ നിന്നുകൊണ്ടാണ് പ്രസംഗിച്ചത്, അല്ലാതെ തന്റെ അറിവിൽ നിന്നുകൊണ്ടല്ല പ്രസംഗിച്ചത്. यीशु मसीह जो है अपने परमेश्वर ने दी हुई अधिकार में आमीन वो प्रचार करते थे, बल्कि अपने आमीन सोच विचार में या अपने बुद्धि से प्रचार नहीं किया करता था। ആമേൻ. മൂന്നാമത്തെ കാര്യം, ഇതെല്ലാം ഞാൻ ഷോർട്ടിൽ അങ്ങ് പറഞ്ഞു പോവുകയാണ്. മൂന്നാമത്തെ കാര്യം, ഹിസ് മെസ്സേജ് വാസ് സ്പിരിറ്റ് എംപവേർഡ്. പരിശുദ്ധാത്മാവിനാൽ പ്രേരിതവും ശക്തിയുള്ളതുമായിരുന്നു കർത്താവിന്റെ മെസ്സേജ്. और यीशु मसीह का जो संदेश रहा है वो पवित्र आत्मा से प्रेरणा पाकर पवित्र आत्मा के सामर्थ्य से भरा हुआ संदेश होता था। ആമേൻ. ലൂക്കോസ് 4:18. वचन है लूका रचित सुसमाचार 4 अध्याय उसके 18वां पद। ആമേൻ. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, യഹോവയുടെ ആത്മാവ് എന്റെ മേലുണ്ട്, അതുകൊണ്ട് ഞാൻ സാധുക്കളോട് സുവിശേഷം പ്രസംഗിക്കും, രോഗികളെ സൗഖ്യമാക്കും, ദുഃഖിതരെ വിടുവിക്കും. ആമേൻ. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവിടെ എഴുതിയിരിക്കുന്നു. वहां पर इस प्रकार से लिखा गया है कि परमेश्वर की आत्मा मुझ में है, इसीलिए मैं जो कार्य परमेश्वर ने मुझे दिया है वो सबको मैं पूरा करूंगा। ആമേൻ. ഹല്ലേലൂയ. പ്രിയോ, പ്രസംഗിക്കുന്നവരെ നമ്മൾ കളിയാക്കാറുണ്ട്. പക്ഷെ പ്രസംഗം എന്ന് പറയുന്നത് ഇത്ര ഈസി ഒന്നുമല്ല. വീട്ടിലെ കഥ പറയാനും എന്റെ വീട്ടിൽ കല്യാണത്തിന്റെ കാര്യം പറയാം, അതൊക്കെ എന്നോട് ദൈവം ഡയറക്റ്റ് സംസാരിച്ച കാര്യങ്ങൾ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചതേ ഉള്ളൂ. ഇതൊക്കെ പറയാൻ എളുപ്പമാണ്. 2 ചുട്ടുകളെ അടിച്ചുവിടാനും ആമേൻ 2 കഥ പറയാനും ഒക്കെ എളുപ്പമാണ്. ദൈവം ചെയ്ത ഒരു അത്ഭുതം പറയാനും ഒക്കെ എളുപ്പമാണ്. പക്ഷേ ആധികാരികമായിട്ട് വചനം നാം പഠിക്കണമെങ്കിൽ ദൈവത്തിന്റെ അഭിഷേകം നമ്മുടെ മേൽ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. എങ്കിലേ നമുക്ക് അതിലേക്ക് ആഴത്തിലേക്ക് ഇറങ്ങി പഠിക്കുവാനും പഠിപ്പിക്കുവാനും കഴിയത്തില്ല. പഠിക്കാത്ത ഒരാൾക്ക് പഠിപ്പിക്കാൻ കഴിയത്തില്ല. ആമേൻ. ഹല്ലേലൂയ. ये बात को ध्यान रखना है कि परमेश्वर का वचन का प्रचार करना हम बोलने के जैसे आसान नहीं है।
आमीन, एक व्यक्ति को आकर कुछ दुनिया भर की बातों को बताना, चुटकुलों को बताकर अपने समय को खत्म करना, ये सब बहुत आसान रहता है, परंतु परमेश्वर का वचन संबंधित यदि हमें प्रचार करना है तो परमेश्वर का अधिकार और प्रभु का आत्मा से अभिषेक से भरा हुआ एक अनुभव में हम प्रचार कर सकते। एक बात को ध्यान रखना, जो व्यक्ति सीखते नहीं हैं वो कभी भी प्रचार नहीं कर सकते। ആമേൻ. പ്രസംഗത്തിൽ 3 കാര്യങ്ങൾ അടങ്ങിയിരിക്കണം. ആമേൻ. ഒന്ന്, ഒരു ദൃഢമായ വിശ്വാസം പ്രസംഗം കേൾക്കുമ്പോൾ ഉണ്ടാകണം. 2, ഒരു ശക്തി ആ പ്രസംഗത്തിൽ ഉണ്ടായിരിക്കണം. 3, ആമേൻ, പ്രസംഗം കേൾക്കുന്നവരിൽ ഒരു പരിവർത്തനം ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. കൺവിക്ഷൻ, പവർ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ. ആമേൻ. ഇത് 3ഉം ഒരു പ്രസംഗത്തിൽ അടങ്ങിയിരിക്കണം. और प्रचार करने में, प्रचार के अंदर 3 बातें मुख्य रूप से होना बहुत जरूरी है। पहली बात है कि प्रचार करने वाले प्रचार जब करते हैं तो लोगों के हृदय में एक मन परिवर्तन की अवस्था में वे पहुंचना है। प्रचार के अंदर एक सामर्थ होना बहुत जरूरी है, और साथ साथ प्रचार आमीन एक व्यक्ति के जीवन में एक बदलाहट लाने का एक सामर्थ को रखना है। ആമേൻ. 4-മത്തെ കാര്യം, യേശു കർത്താവ് പ്രസംഗിച്ചപ്പോൾ ഉപയോഗിച്ചത് സിമ്പിൾ ബട്ട് ഡീപ്പ്. ആമേൻ. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് സ്വർഗരാജ്യത്തിന്റെ ഗഹനമായ കാര്യങ്ങൾ ജനങ്ങളെ പഠിപ്പിക്കുന്ന രീതിയായിരുന്നു പ്രസംഗിക്കുവാൻ കർത്താവ് ഉപയോഗിച്ചത്. चौथे आमीन जो तरीका है जो यीशु मसीह ने अपनाया है अपने प्रचार कार्य में, वो है कि वो बहुत सरल रीति से बातों को बताया करता था, परंतु बहुत गहरी बातों को यीशु मसीह अपने लोगों को सिखाया करता था। ആമേൻ. കടുകുമണിയുടെ ഉദാഹരണം, കളയുടെ ഉദാഹരണം, വയലിന്റെ ഉദാഹരണം, വയലിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന അതിന്റെ ഉദാഹരണം, ഇതൊക്കെ സ്വർഗരാജ്യത്തിന്റെ വളരെ, കല്യാണത്തിന്റെ ഉദാഹരണം, ഇതൊക്കെ വളരെ ഗഹനമായ കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി സരളമായ കാര്യങ്ങൾ എടുത്ത് പഠിപ്പിക്കുകയായിരുന്നു ചെയ്തത്. उदाहरण के रूप में हम देख सकते हैं यीशु मसीह ने जो बातों को बताए हैं, जो राई के दाने के समान की बातें, और आमीन उस खेत के विषय में, या उस खेत में जो धन छुपी हुई है उसके विषय में, विवाह के विषय में, इत्यादि विषय जो उदाहरण के रूप में यीशु मसीह दृष्टांतों के रूप में बताया करते थे, उन सब में बहुत गहरे और बहुत गुप्त आमीन सत्य छुपा रहता था। ആമേൻ. അടുത്ത 2-മത്തെ വിഷയം, യേശു കർത്താവിന്റെ പ്രസംഗത്തിൽ എന്തൊക്കെ വിഷയങ്ങൾ ഉണ്ടായിരുന്നു. ആമേൻ. ഹല്ലേലൂയ. 1, സ്വർഗരാജ്യത്തെ കുറിച്ച് പ്രസംഗിച്ചു, ആ കാര്യം നമ്മൾ പറഞ്ഞു. ആമേൻ. कंटेंट ऑफ जीसस प्रीचिंग, यीशु का प्रचार का विषय, എന്തൊക്കെ വിഷയങ്ങളാണ് കർത്താവ് എടുത്ത് പ്രസംഗിച്ചത്. ആമേൻ. दूसरी बातें हम देखेंगे कि यीशु मसीह के प्रचार के अंदर क्या क्या आमीन बातें छिपी रहती थी, उसके बारे में हम सीखेंगे। 1 നമ്മൾ പഠിച്ചു കഴിഞ്ഞു, കിങ്ഡം ഓഫ് ഗോഡ്, സ്വർഗരാജ്യം. पहला विषय हमने अभी सीखा है कि यीशु मसीह के प्रचार में परमेश्वर का राज्य का विषय बहुत अहमियत रखते थे। 2-മത്തേത് റിപ്പൻഡൻസ്, മൻഫിറാന, മാനസാന്തരപ്പെടുക. दूसरा है आमीन मन फिराव में आना, आमीन इस बात को यीशु प्रचार करते थे। ആമേൻ. മത്തായി 4:17 അത് എഴുതിയിട്ടുണ്ട്. 4:17 മത്തായി 4:17 മാനസാന്തരപ്പെടുന്നതിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ആമേൻ. എല്ലാ मत्ती 4:17 में പ്രസംഗങ്ങളിലും പറഞ്ഞ വർഷം ആമേൻ. 3-മത്തെ വിഷയമാണ് ഗുഡ് ന്യൂസ്, സുസമാചാർ. യേശു കർത്താവ് 3-മത്തെ വിഷയം എടുത്ത് പ്രസംഗിച്ചത് സുസമാചാർ, ഒരു സാൽവേഷൻ, ഒരു ഹോപ്പ്, ഒരു ഫ്രീഡം, മനുഷ്യന്റെ മനസ്സിനും ജീവിതത്തിനും ഉതകുന്ന ഒരു കാര്യമാണ് സുസമാചാരം. ഇന്ന് ലോകം മുഴുവനും സുസമാചാരനെ വിരോധിക്കുന്നതിന്റെ കാര്യം അവരുടെ ശരീരവും മനസ്സും ആത്മാവും സൗഖ്യമാകരുത് എന്നുള്ളത് കൊണ്ടാണ് ഈ സുവിശേഷത്തെ വിരോധിക്കുന്നത്. സുവിശേഷം, യേശു പ്രസംഗിച്ച സുവിശേഷത്തിന് അതിൽ ഉദ്ധാരം ഉണ്ടായിരുന്നു, രക്ഷയുണ്ടായിരുന്നു, ആശയുണ്ടായിരുന്നു, ആമേൻ, സ്വതന്ത്രത ഉണ്ടായിരുന്നു.
और तीसरा बात है जो यीशु मसीह के प्रचार में हुआ करता था, वो सुसमाचार का कार्य है। जो सुसमाचार जो लोगों के जीवन में एक उद्धार का और एक आशा और एक शांति की बात को आती हैं। आज दुनिया इस सुसमाचार के विरोध करने का कारण भी यही है कि शैतान नहीं चाहता है कि लोगों के जीवन में शांति आए, एक आशा आए और एक अच्छा एक अनुभव उनके जीवन में आ पाए। അടുത്ത വിഷയം യേശു കർത്താവിന്റെ പ്രസംഗത്തിന്റെ ഉദ്ദേശങ്ങൾ. എന്തുദ്ദേശിച്ചുകൊണ്ടാണ് യേശു കർത്താവ് പ്രസംഗിച്ചത്? ആമേൻ. और തന്റെ अगला विषय है, ശുശ്രൂഷയുടെ ഉദ്ദേശങ്ങൾ എന്താണ്? अगला विषय है कि यीशु मसीह के प्रचार में यीशु उस प्रचार से क्या उद्देश्य रखते थे। ലൂക്കോസ് 19:10 ആത്മാവും को बचाना. ആമേൻ. ആത്മാക്കളെ രക്ഷിക്കുക. लूका रचित सुसमाचार 19 का 10 आयत में वहां ये उद्देश्य को बताया जाता है कि आत्मा को बचाना है। ആമേൻ. ഒന്നാമത്തെ വിഷയമാണ് ആത്മാക്കളെ രക്ഷിക്കപ്പെടുന്നത്. आत्माओं को बचाना ये पहला विषय या उद्देश्य रहा है। രണ്ടാമത്തെ വിഷയം കർത്താവിൻ്റെത് ആമേൻ ടു ബ്രിങ് ട്രാൻസ്ഫോർമേഷൻ. ആമേൻ. ഒരു വലിയ പരിവർത്തനം കൊണ്ടുവരിക. और दूसरा विषय जो है आमीन, एक व्यक्ति के जीवन में बड़े एक बदलाहट को लेकर आना है। യേശു കർത്താവ് അറിവല്ല പ്രസംഗിച്ചത്. യേശു കർത്താവ് മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്ന കാര്യങ്ങളാണ് പ്രസംഗിച്ചത്. यीशु मसीह जो है अपने ज्ञान के विषय को प्रचार नहीं करता था, परंतु आमीन यीशु मसीह जो प्रचार करता था एक व्यक्ति के जीवन में बदलाहट लाने के बातों को कहा करता है। മൂന്നാമത്തെ ഉദ്ദേശം ടു എസ്റ്റാബ്ലിഷ് ഗോഡ്സ് കിങ്ഡം. ദൈവരാജ്യം സ്ഥാപിക്കാനാണ്. ഈ മൂന്ന് ഉദ്ദേശങ്ങളായിരുന്നു കർത്താവിന്റെ പ്രസംഗത്തിന്റെ ഉദ്ദേശങ്ങൾ. और तीसरा उद्देश्य था कि परमेश्वर का राज्य की स्थापना करे। ये तीन उद्देश्य को यीशु अपने प्रचारों में हमेशा ध्यान रखते थे। ആമേൻ. എന്താണ് ഇതിൽ നിന്ന് നമുക്ക് പഠിക്കുവാനുള്ളത്? इनमें से क्या क्या आमीन। बातों को हमें सीखना है? ആമേൻ. പ്രീച്ച് ദ ഗോസ്പൽ ബോൾഡ്ലി. ആമേൻ. സുവിശേഷം ധൈര്യത്തോടെ പ്രസംഗിക്കുക. पहली बात है कि जो सुसमाचार हैं बड़े हियाव के साथ, दृढ़ता के साथ प्रचार करे। രണ്ടാമത്തത് ഡിപ്പെൻഡ് ഓൺ ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് പ്രസംഗിക്കുക. और दूसरा है कि पवित्र आत्मा में केवल भरोसा करके आप प्रचार करें। ആമേൻ. മൂന്നാമത്തെ കാര്യം ആമേൻ പ്രീച്ച് വിത്ത് അതോറിറ്റി. അധികാരമുള്ളവരായിട്ട് അല്ലെങ്കിൽ അധികാരത്തോടെ ആമേൻ प्रसंगिക്കുക. तीसरी बात यह है कि अधिकार के साथ आमीन, या एक व्यक्ति जिस प्रकार से अपने अंदर एक अधिकार रखता है उस भावना के साथ आप प्रचार करें। ആമേൻ. അടുത്ത കാര്യം live what you preach. ആമേൻ. എന്താണോ നിങ്ങൾ പ്രസംഗിക്കുന്നത് അതിൽ നിങ്ങൾ ജീവിച്ചു കാണിക്കുക. और अगला बात यह है कि आप जो प्रचार करते हैं वो आप अपने जीवन में जी कर भी दिखाना है। ആമേൻ. ഇംഗ്ലീഷുകാര് പ്രസംഗിക്കുമ്പോ ഇങ്ങനെ പ്രസംഗിക്കും. ടോക്ക് വാക്കെന്നും വാക്ക് ടോക്കെന്നും ഒക്കെ അവർ പറയും. ആമേൻ. ടോക്ക് വാക്ക് ആമേൻ എങ്ങനെയാണ് നടക്കേണ്ടതെന്ന് പ്രസംഗിക്കാൻ എളുപ്പമാണ്. പക്ഷേ വാക്ക് ടോക്ക് ആമേൻ അത് വളരെ ബുദ്ധിമുട്ടാണ്. ആമേൻ. അതിൽ നടക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. अंग्रेज लोग ये बात को बताते हैं कि जो आप बोलते हैं वैसे चलना है, या जो आप जैसे आप चलते हैं वैसे आपको बताना है। तो ये बातें आप बोलना आसान रहता है, लेकिन ये कर दिखाना बहुत कठिन हो जाती हैं। अनेक बार हम चूक जाते हैं तो एक बड़ा समुदाय को हम चुका देते हैं, परमेश्वर से अलग कर देते हैं. സോറി, ഞാൻ ഇന്ത്യയിലാണ് പറഞ്ഞത്. അനേക പ്രാവശ്യവും നമ്മുടെ ജീവിതത്തിൽ നാം തെറ്റുകൾ കാണിച്ച് നാം കുഴപ്പങ്ങളിൽ വീഴുമ്പോൾ വലിയൊരു സമുദായത്തെയാണ് നമ്മൾ കർത്താവിൽ നിന്ന് അകറ്റിക്കളയുന്നത്. आमेन. ये बात को ध्यान रखना है कि अनेक बार हम गलतियां करते हैं, हम चूक जाते हैं, तो हम बड़े हमारे पीछे अनुयायी जो है, समुदाय जो है, उसे हम गलत दिशा में ले जा रहे हैं। രണ്ടാമത്തെ മിനിസ്ട്രിയാണ് കർത്താവിന്റെ
ആമേൻ പഠിപ്പിക്കുന്ന ശുശ്രൂഷ. और दूसरा यीशु मसीह का जो सेवकाई था वो है उपदेश देना या सिखाने की जो सेवकाई है। ആമേൻ യേശു കർത്താവിന്റെ ശുശ്രൂഷയെല്ലാം ഒരു ബാലൻസിലായിരുന്നു കർത്താവ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. यीशु मसीह अपने सेवकाइयों को सब एक संतुलन में ले जाया करता था। സ്വർഗരാജ്യം തെളിയിച്ചു കാണിക്കുവാൻ അല്ലെങ്കിൽ പറഞ്ഞു മനസ്സിലാക്കുവാൻ പ്രസംഗം മാത്രം മതിയായിരുന്നു. അതുകൊണ്ട് പ്രസംഗം മാത്രമല്ല കർത്താവ് ചെയ്തത്, പ്രസംഗിക്കുകയും ചെയ്തു, പഠിപ്പിക്കുകയും ചെയ്തു. और स्वर्ग राज्य के विषय में, परमेश्वर के राज्य के विषय में केवल प्रचार ही करना जरूरी था, परंतु परमेश्वर ने केवल प्रचार नहीं किया परंतु अपने जीवन में उसे कर भी दिखाया। ആമേൻ, ഹല്ലേലൂയ. ആമേൻ. ആ പഠിപ്പിച്ചതിന്റെ കൂടെ തന്നെ അത് പ്രകടമാക്കി കാണിക്കുകയും ചെയ്തു, സൗഖ്യമാക്കുകയും ചെയ്തു. ആമേൻ. മറ്റുള്ളവരെ ശുശ്രൂഷിച്ചു കാണിക്കുകയും ചെയ്തു. और इतना ही नहीं, जो वो यीशु सिखाया करता था वो उसने प्रकटीकरण में वो कर भी दिखाया, लोगों को चंगाई किया, लोगों के सेवा टहल की, इन सारे कार्यों को यीशु कर दिखाता है। ആമേൻ. പഠിപ്പിക്കുക എന്ന് വെച്ചാൽ എന്താണ്? വാട്ട് ഈസ് ടീച്ചിങ്? उपदेश देना या सिखाने का अर्थ क्या है? Teaching is the systematic explanation of truth to build strong disciples. ആമേൻ. പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ സത്യത്തെ സിസ്റ്റമാറ്റിക് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് ആമേൻ ഉറപ്പുള്ള ശിഷ്യരെ നിർമ്മിക്കുക എന്നുള്ളതാണ്. ആമേൻ. जो सिखाना जो है वो हमें एक क्रम में अपने बातों को रखना है, अपने बातों को बताना है, ताकि उसी के द्वारा एक पक्का हमें एक नींव लोगों के जीवन में बनाए सके और उसी के द्वारा उन्हें एक अच्छा चेला बनाकर खड़ा कर सके। യേശു കർത്താവിന്റെ പഠിപ്പിക്കുന്ന ശുശ്രൂഷയിൽ നിന്ന് 3 കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. यीशु मसीह की जो शिक्षा कार्य है उसमें से 3 बातों को हम अपने जीवन में सीख सकते हैं। ഒന്ന്, അവൻ അധികാരത്തോടെ പഠിപ്പിച്ചു. पहला है वह अधिकार के साथ लोगों को सिखाया करता था। ആമേൻ. മാത്യു 7:29. मत्ती के सुसमाचार 7 अध्याय उसके 29वें पद। ആമേൻ. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവൻ അധികാരത്തോടെ ഉപദേശിച്ചു. और वहां इस प्रकार से लिखा हुआ है कि वह अधिकार के साथ उनको उपदेश देने लगा। ആമേൻ. രണ്ടാമത്തെ സ്വഭാവം, തന്റെ പഠിപ്പിക്കുന്ന സ്വഭാവം, അത് പ്രാക്ടിക്കലും ലൈഫ് ചേഞ്ചിങ്ങുമായിരുന്നു. പ്രാക്ടിക്കൽ മലയാളം ആമേൻ. അത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ കഴിയുന്നതും അത് ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന രീതിയിലുമായിരുന്നു യേശുക്രിസ്തു പഠിപ്പിച്ചത്. यीशु मसीह का जो जो सिखाने का तरीका था वो व्यवहारिक था और साथ साथ लोगों के जीवन में बदलाव लाने वाला एक शिक्षण कार्य था। മൂന്നാമത്തത് ആമേൻ മത്തയു, അതിന് നിങ്ങൾ റെഫറൻസ് എഴുതുവാണെങ്കിൽ മാത്യു ചാപ്റ്റർ 5-7, മാത്യു ചാപ്റ്റർ 5-7, മത്തി 5-ാം അധ്യായം തൊട്ട് 7-ാം അധ്യായം വരെയുള്ള ആ പഹാടി ഉപദേശ ആമേൻ പർവ്വത പ്രസംഗം മൊത്തം ആമേൻ എല്ലാം നമുക്ക് ചെയ്യാൻ കഴിയുന്നതും ആമേൻ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നതുമായ കാര്യങ്ങളാണ് കർത്താവ് സംസാരിച്ചത്. इस विषय संबंधित आपको आयत लिखना है तो मत्ती के सुसमाचार 5 अध्याय से 7 अध्याय तक, जहां यीशु मसीह ने जो पहाड़ी उपदेशों को बताया है उसी को हम अपने जीवन में अनुकरण कर सकते हैं और उसी के अनुसार हम जी भी सकते हैं। ആമേൻ. മൂന്നാമത്തത് ആമേൻ തേർഡ് തിങ്, യൂസ് ഓഫ് പാരബിൾസ്. യേശു കർത്താവ് ഉപമകളെ ആമേൻ ഉപയോഗിച്ചാണ് ശിഷ്യന്മാരെ പഠിപ്പിച്ചത്. तीसरी बात जो यीशु ने शिक्षा कार्य में उपयोग किया वो है कि यीशु दृष्टांतों को उपयोग करते हुए लोगों को सिखाते थे। ആമേൻ, ഹല്ലേലൂയ. സരളമായ കഥകൾ ഉപയോഗിച്ച് ആമേൻ ജീവിതത്തിന്റെ ഗഹനമായ അർത്ഥങ്ങൾ, ഗഹനമായ കാര്യങ്ങൾ തന്റെ ശിഷ്യന്മാരെയും തന്റെ ജനങ്ങളെയും താൻ പഠിപ്പിച്ചു.
सरल उपमाओं को या जो बातों को, जो लोगों के रोज के दिनचर्या के आसपास में देखे जाने वाली बातें हैं, उसी को उपयोग करते हुए यीशु ने गहरी बातों को सिखाने की कोशिश किया है। ആമേൻ, ഹല്ലേലൂയ. ഇതിൽ ആമേൻ ആ ടീച്ചിങ് മിനിസ്ട്രിയെ കുറിച്ചുള്ളതിന്റെ കൺക്ലൂഷൻ ഞാൻ പറയുകയാണ്. എന്താണ് നമുക്ക് ഇതിൽ നിന്ന് പഠിക്കാൻ കഴിയുന്നത്? यीशु मसीह की शिक्षा कार्य में उसके जो है एक सारांश को मैं बताना चाहता हूं कि हम इसमें से क्या सीख सकते हैं। ആമേൻ. ഒന്ന്, നമ്മൾ പഠിപ്പിക്കുന്നത് ആത്മാവിൽ നിറഞ്ഞുകൊണ്ടായിരിക്കണം. एक जो हम सिखाते രണ്ട്, हैं वो आत्मा please. में हमें सिखाना है। രണ്ട്, ആമേൻ, അത് വചനത്തിന് ആധാരമായിരിക്കണം. दूसरा है कि वो वचन आधारित रहना जरूरी है। ആമേൻ. മൂന്ന്, അത് സരളമായിരിക്കണം, ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നതായിരിക്കണം. तीसरा जो बात है हमारे शिक्षा कार्य में हमें याद रखना है कि वो बहुत सरल रहना है, परंतु जीवन बदलने वाला शिक्षा रहना है। ആമേൻ, ഹല്ലേലൂയ. യേശു കർത്താവിന്റെ മൂന്നാമത്തെ ശുശ്രൂഷയെ കുറിച്ചാണ് ഇനി നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത്. यीशु मसीह की तीसरा सेवा कार्य के विषय में हम अगले सीखने जा रहे हैं। ആമേൻ. ഹീലിംഗ് മിനിസ്ട്രി ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ സൗഖ്യമാക്കുന്ന ശുശ്രൂഷ. यीशु मसीह का जो चंगाई की सेवकाई जो यीशु किया करता था उसी के विषय में है। ആമേൻ. ഒന്നാമത് ആമേൻ, സുവിശേഷത്തിൽ സൗഖ്യം അടങ്ങിയിരിക്കുന്നു. पहली बात याद रखना है कि सुसमाचार के अंदर एक चंगाई छिपी हुई है। ആമേൻ. മാത്യു 4:23, മാത്യു मती 4:23. मती का सुसमाचार 4 अध्याय उसके 23वें पद में आप ये बात को देख पाएंगे। ആമേൻ. നമ്മളത് ആദ്യം വായിച്ചു. യേശു കർത്താവ് ഗലീലയിലെല്ലാം ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് സ്വർഗരാജ്യത്തെ പ്രസംഗിച്ചും ആമേൻ രോഗികളെ സൗഖ്യമാക്കിയും ഭൂതഗ്രസ്തരെ പിടിവിച്ചും ഒക്കെ വന്നെന്ന് നമ്മൾ ആ വാക്യം വായിച്ചതാണ്. ആമേൻ, ഹല്ലേലൂയ. യേശു കർത്താവ് എല്ലാവിധ രോഗങ്ങളും സൗഖ്യമാക്കിയെന്ന് നമ്മൾ അവിടെ കാണും. हमने आयत को पढ़ा है कि यीशु गलील में फिरता रहा और आराधनालयों में उपदेश करता हुआ सारे प्रकार की बीमारियों को वो चंगाई करता रहा। ആമേൻ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഒരു 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 വചനം കൂടെ നിങ്ങൾക്ക് ഞാൻ എഴുതിക്കാം. യെശയ്യാ 53:5. यशायाह 53 अध्याय उसका 5 आयत को भी आप लिख कर रख सकते हैं। ആമേൻ. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവൻ നമ്മുടെ അപരാധങ്ങളെല്ലാം അവന്റെ തലയിൽ വഹിച്ചു, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. वहां पर इस प्रकार से लिखा हुआ है कि वो हमारे अपराधों को हमारे कारण घायल किया गया, हमारे कारण वो कुचला गया कि हमारे ऊपर शांति पड़ आए। ആമേൻ. ഉസ്കെ ഘോടെ ഖാനെ സെ ഭി ഹം ചംഗെ ഹുവേ. അതിന്റെ അർത്ഥം ഇതാണ്, സുവിശേഷം എവിടെ പറയുന്നു അവിടെ സൗഖ്യമുണ്ട്. और इसका अर्थ इतना ही है कि जहां जहां सुसमाचार प्रचार किया जाता है वहां पर चंगाई होती है। തോംസൺ പാസ്റ്ററോട് പേഴ്സണലായിട്ട് പറയുകയാണ്, സുവിശേഷം പ്രസംഗിക്കുമ്പോൾ സൗഖ്യം നടക്കും, സൗഖ്യങ്ങൾ നടക്കും. അത് ആന്തരികവും ശാരീരികവും മാനസികവും സാമ്പത്തികവും ഫാമിലിയിലും സോഷ്യലും ഇമോഷനിലും ഒക്കെ 7 പ്രകാരത്തിലുള്ള സൗഖ്യങ്ങൾ നടക്കുമെന്ന് പ്രസംഗിക്കുന്ന നമ്മൾ വിശ്വസിക്കേണ്ടുന്നത് ആദ്യം തന്നെ വളരെ അത്യാവശ്യമാണ്. എങ്കിലേ ദൈവത്തിന് അത് ചെയ്യാൻ കഴിയത്തുള്ളൂ. और प्रभु के दास थॉमसन पास्टर से भी ये बात को मैं व्यक्तिगत रूप से बताना चाहता हूं कि जब हम सुसमाचार प्रचार करते हैं तो उसी से चंगाई होती है। 7 प्रकार के बातें उसी में छिपी हुई है। तो हम इस बात को पहली बात विश्वास करना जरूरी है कि सुसमाचार प्रचार में इन सारे कार्यों को परमेश्वर कर दिखाता है। ആമേൻ, ഹല്ലേലൂയ. ആമേൻ. ഒരു ചീപ്പായിട്ടുള്ള മലയാള ഉദാഹരണം പറഞ്ഞാൽ അത് വളരെ ചീപ്പാണ്. ദോശ ചോദിക്കുന്ന ആൾക്ക് ചമ്മന്തി ഫ്രീ ആയിട്ട് കിട്ടുന്നത് പോലെയാണ് ആമേൻ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ആമേൻ, ഹല്ലേലൂയ, സൗഖ്യം നടക്കുന്നു. एक बहुत बड़ा साधारण सा एक उदाहरण को मैं आपको देना चाहता हूं कि जो व्यक्ति डोसा मांगता है उसे चटनी तो मुफ्त दिया जाता है। उसी प्रकार से
जो सुसमाचार प्रचार करते हैं उसी के द्वारा चंगाई परमेश्वर मुफ्त में देते हैं। Amen. രണ്ട് ആമേ രണ്ടാമത്തെ ആമേൻ ഹീലിംഗ് മിനിസ്ട്രിയില് കർത്താവ് ഉപയോഗിച്ചത് ആമേൻ ഹല്ലേലൂയ നമ്മുടെ രക്ഷ ആമേ അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. യെശയ്യാ 53:5 നമ്മുടെ രക്ഷയുടെ അകത്ത് സൗഖ്യമുണ്ട്. दूसरी बात, मैं आपको यशायाह नबी के पुस्तक 53 अध्याय में ये बात को बता चुका है कि हमारे आमीन जो उद्धार हमारे हमें सुसमाचार के अंदर एक उद्धार है, उद्धार के द्वारा चंगाई भी हमें मिलती है। ആമേ തോംസൺ പാസ്റ്റർ ഇത് ട്രാൻസ്ലേഷൻ ചെയ്യേണ്ട, ഞങ്ങൾ തമ്മിൽ സംസാരിക്കും. തോംസൺ പാസ്റ്റർക്ക് അറിയാതിരിക്കാം, തങ്കു ബ്രദറൊക്കെ ദൈവരാജ്യത്തിൽ വളർന്നുകൊണ്ടിരുന്നപ്പോൾ ഹല്ലേലൂയക്കാര് എല്ലാരും നമ്മുടെ കൂട്ടുകാരാ, അവര് ചെന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് ഈ നന്മയെക്കുറിച്ചും അതിനെക്കുറിച്ചും ഒക്കെ പ്രസംഗിക്കുന്നത്? അപ്പം പുള്ളിക്കാരൻ പറഞ്ഞ ഉത്തരം ഇതാണ്, എന്റെ അടുത്ത് വരുന്നവരെല്ലാം ആത്മഹത്യ ചെയ്യാനിരിക്കുന്നവരും 1 കോടിയും 2 കോടിയും 5 കോടിയൊക്കെ കടമുള്ളവരും വീട് ജപ്തിക്ക് പിടിച്ചുകൊണ്ട് പോയവരും ഒക്കെയാ എന്റെ അടുത്ത് വരും. ഞാൻ അവരോട് യേശു നിങ്ങളെ അനുഗ്രഹിക്കുമെന്നും നിങ്ങളുടെ കടം വീട്ടുമെന്നും നിങ്ങൾക്ക് നന്മ തരുമെന്നും നിങ്ങളെ സൗഖ്യമാക്കുമെന്നും അല്ല ഞാൻ എന്തുവാ പ്രസംഗിക്കേണ്ടുന്നത്? ആ മനുഷ്യൻ ഇന്ന് ലോകമെമ്പാടും സഭയും സ്ഥാപിച്ചു. നമ്മുടെ പവർ വിഷൻ വരെ വില പറഞ്ഞിരിക്കുക. പക്ഷെ പവർ വിഷൻകാർക്ക് അത് വിൽക്കേണ്ട ഒരു നൗബത്ത് വന്നില്ല. ആമേൻ, വന്നില്ല. അതെങ്ങനെയോ ആരൊക്കെയോ സപ്പോർട്ട് ചെയ്ത് പവർ വിഷൻ ഇന്ന് ഓടിക്കൊണ്ടിരിക്കുന്നു. പുള്ളി പറഞ്ഞു, ഞാനെടുത്ത് നടത്തിക്കോളാം. അപ്പൊ സുവിശേഷത്തിനകത്തിൽ സൗഖ്യമുണ്ട്, സുവിശേഷത്തിനകത്തിൽ നന്മയുണ്ട്. ഞാനൊരു സബ്ജക്ട് ഇങ്ങനെ എഴുതിയില്ല, പക്ഷെ ഞാൻ എവിടെ വായിച്ചാലും സുവിശേഷത്തിൽ നന്മയുണ്ട്, സാമ്പത്തിക നന്മയുണ്ട്, ആമേൻ, അഭിവൃദ്ധി ഉണ്ട്. പ്രോസ്പെരിറ്റി എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ ചിലരുടെ ബിപിയുടെ നരമ്പങ്ങ് പൊട്ടിപ്പോവുക. അത് അവർക്ക് വേദപുസ്തകം അറിയാൻ വയ്യാത്തതുകൊണ്ടാണ് പ്രോസ്പെരിറ്റി എന്ന് കേൾക്കുമ്പോൾ ബിപിയുടെ നരമ്പ് പൊട്ടുന്നത്. ആമേൻ, വേദപുസ്തകം എവിടെ വായിച്ചാലും പ്രോസ്പെരിറ്റിയാ. ആമേൻ, ഹല്ലേലൂയ. ഞാനത് പഠിച്ചേ തന്നെ ഒരു ദിവസം വിളിച്ചാൽ ഞാൻ പറയാം, അതിന്റെ ആവശ്യമില്ല. ആമേൻ, ഹല്ലേലൂയ. ഞാനും ദൈവദാസനോട് സംസാരിച്ചതാണ്. ഹല്ലേലൂയ. കർത്താവിന്റെ കൂടെ നടന്നവര് രാവിലെ തൊട്ട് വൈകിട്ട് വരെ പട്ടിണിയിരുന്നു. അവർക്ക് വിളമ്പാനപ്പം കൊടുത്തു, വീട്ടിൽ കൊണ്ടുപോകാനും ഓരോ കൊട്ട നിറച്ചു കൊടുത്തു. അതൊരു നന്മയാണ്. നിങ്ങൾ ശുശ്രൂഷിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കൊരു നന്മയുണ്ടാകും. ആമേൻ, സുവിശേഷത്തിൽ നന്മയുണ്ട്. അതങ്ങ് ട്രാൻസ്ലേറ്റ് ചെയ്തു. ആമേൻ. और सुसमाचार में परमेश्वर एक आशीष को देता है और सब प्रकार की आशीषें उसमें छिपी हुई रहती हैं। ആമേൻ. ഈ ഹീലിംഗ് മിനിസ്ട്രിയിൽ നിന്ന് നമ്മൾ എന്താണ് പഠിക്കേണ്ടത്? परमेश्वर की चंगाई की सेवकाई में से हमें क्या क्या बात को सीखना है? ആമീൻ. ദൈവികമാകുന്ന രോഗസൗഖ്യം ഇന്നും ഉണ്ട്. परमेश्वर की ओर से जो चंगाई परमेश्वर देता है वो आज भी प्रभु करता है। ആമേൻ. ദൈവിക രോഗസൗഖ്യം പരിശുദ്ധാത്മാവിന്റെ ഒഴുക്കിലും പരിശുദ്ധാത്മാവിന്റെ അധികാരത്തിലും ആമേൻ നമ്മളിൽ കൂടെ ജനങ്ങളിലേക്ക് പകരുവാനിടയാകും. प्रभु की ओर से जो चंगाई की सेवकाई है, जो पवित्र आत्मा के उस बहाव में और पवित्र आत्मा के सामर्थ्य में हमारे द्वारा अनेक लोग तक वो पहुंचा सकते हैं। ആമേൻ, ഹല്ലേലൂയ. സൗഖ്യം നമുക്ക് 7 വിധമാകുന്ന സൗഖ്യങ്ങൾ, അതൊക്കെ തോംസൺ പാസ്റ്റർ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കും. ഇല്ലെങ്കിൽ നിങ്ങൾ എഴുതിയെടുക്കുക. ആമേൻ. അല്ലെങ്കിൽ നിങ്ങൾ എഴുതാൻ വിട്ടുപോയെങ്കിൽ എഴുതിയെടുക്കുക. 7 പ്രകാരത്തിലുള്ള സൗഖ്യങ്ങൾ നമുക്ക് ആവശ്യമാണ്. 7 प्रकार का चंगाई हमारे जीवन में हमें अनिवार्य है। यदि आपने पहले लिख कर नहीं रखे हैं तो अभी लिख सकते हैं। 1 ഫിസിക്കൽ, ശാരീരിക. पहला है शारीरिक रूप से जो चंगाई है। 2 ഇമോഷണൽ, മാനസികം അല്ലെങ്കിൽ ഭാവനാത്മകമാകുന്ന സൗഖ്യം. दूसरा है भावनात्मक रूप में जो चंगाई हमें चाहिए। ആമേൻ. 3 സ്പിരിച്വൽ, ആത്മീകമാകുന്ന ഒരു സൗഖ്യം നമുക്ക് ആവശ്യമാണ്. तीसरा है आत्मिक रूप से एक चंगाई हमें आवश्यक है। ആമേൻ. 4 കുടുംബജീവിതത്തിൽ ഒരു സൗഖ്യം നമുക്ക് ആവശ്യമാണ്. ഒരു ഫാമിലിയൽ ഹീലിംഗ് നമുക്ക് ആവശ്യമാണ്. चौथा है पारिवारिक जीवन में एक चंगाई हमें होना जरूरी है। ആമേൻ. 5 റിലേഷൻഷിപ്പിൽ ഒരു ഹീലിംഗ് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. पांचवा है हमारे आपसी संबंध में एक छुटकारा और चंगाई होना जरूरी है। 6 സോഷ്യലി, സമൂഹത്തില് നമുക്കൊരു സൗഖ്യം ആവശ്യമാണ്. और
छठवां है, सामाजिक रूप में एक चंगाई हमारे जीवन में आना बहुत जरूरी है। ആമേൻ. ഏഴാമത്തത് ഫിനാൻഷ്യലി സാമ്പത്തികമായി നമുക്കൊരു സൗഖ്യം ആവശ്യമാണ്. सातवां है, आर्थिक रूप में भी एक चंगाई हमारे जीवन में आना जरूरी है। ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ബൈബിളിൽ നിന്ന് ചില ഉദാഹരണങ്ങൾ നിങ്ങളോട് പറയട്ടെ. मैं बाइबल में से कुछ उदाहरणों को आपको बताना चाहता हूं। മാത്യു 8:3 ആമേൻ, കുഷ്ഠരോഗി സൗഖ്യമായത്. मत्ती के सुसमाचार 8 अध्याय उसका 3 आयत में हम देखते हैं कि एक कोढ़ से ग्रसित एक व्यक्ति किस प्रकार से चंगाई होता है। അവൻ എത്ര വിധത്തിലുള്ള സൗഖ്യം കിട്ടിയെന്ന് പറയട്ടെ. ഫിസിക്കലി, ഫാമിലിയലി, റിലേഷനലി, ഇമോഷണലി, ഫിനാൻഷ്യലി എല്ലാം അവന് സൗഖ്യം ഉണ്ടായി. और उस व्यक्ति को कितना प्रकार का चंगाई मिला मैं आपको बताऊं। एक है शारीरिक रूप से, दूसरा है पारिवारिक रूप से, तीसरा है आपसी संबंध में, चौथा है आमीन आर्थिक रूप से। सब प्रकार से एक चंगाई उसके जीवन में वो प्राप्त करता है। രണ്ടാമത്തെ ഉദാഹരണം യോഹന്ന 9-ാം അധ്യായം, കുരുടൻ സൗഖ്യമാകുന്നത്. और दूसरा उदाहरण मैं आपको देना चाहूंगा, यूहन्ना के सुसमाचार 9 अध्याय में हम देखते हैं कि एक अंधा व्यक्ति चंगाई पाता है। അവന്റെ ജീവിതത്തിലും ഈ 7 പ്രകാരത്തിലുള്ള വിടുതലുകൾ നടക്കുന്നുണ്ട്, സൗഖ്യങ്ങൾ നടക്കുന്നുണ്ട്. उसके जीवन में भी हम देखते हैं इस 7 प्रकार का छुटकारा उसके जीवन में अनुभव करते हैं वो। മൂന്നാമത് മർക്കോസ് 5, 12 വർഷം രോഗിയായ സ്ത്രീ ആമേൻ സൗഖ്യമാകുന്നത്. तीसरा है मरकुस के सुसमाचार 5वें अध्याय में जो 12 साल से जो बीमार एक स्त्री थी वो चंगाई होती है। ഞാൻ നിങ്ങൾ പ്രാർത്ഥനക്കാരാണല്ലോ, നിങ്ങൾ പലയിടത്തും പ്രസംഗിക്കുന്നവരാണല്ലോ. ആമേൻ. അതുകൊണ്ട് എന്നെ എന്റെ ലീഡർ പഠിപ്പിച്ച കാര്യം ഞാൻ പറയുകയാണ്. ഈ രക്തസ്രവം എന്ന് പുള്ളി ഒരിക്കലും പറയത്തില്ല. ആമേൻ. और ഹല്ലേലൂയ. She was sick, she was sick, she was sick, she was healed എന്ന് മാത്രമേ പറയത്തുള്ളൂ. അത് പറഞ്ഞാൽ അത് കൊച്ചു കുഞ്ഞുങ്ങളും അല്ലെങ്കിൽ അതിന്റെ കഷ്ടപ്പാട് അനുഭവിക്കുന്ന യൗവനക്കാരായ കൊച്ചു കുഞ്ഞുങ്ങളിലൊക്കെ അത് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ പ്രായമായി കഴിഞ്ഞും ആ ഒരു രോഗത്തിൽ കൂടെ കഴിഞ്ഞു പോകുന്നവർക്കൊക്കെ അത് കേൾക്കുന്നത് ഭയങ്കര ഇറിറ്റേഷൻ ആയതുകൊണ്ട് നിങ്ങൾ പ്രസംഗിക്കുമ്പോൾ രക്തസ്രവക്കാരി എന്ന് നിങ്ങൾ എടുത്തെടുത്ത് പറഞ്ഞ് നിങ്ങളെ അതിനെ പ്രൊജക്ട് ചെയ്യരുത്. 12 വർഷം രോഗിയായ ഒരു സഹോദരി എന്ന് വേണം നിങ്ങൾ പ്രസംഗിക്കാൻ. ഓക്കെ. और इस प्रकार से मेरे अगुवे ने मुझे बताया हुआ, सिखाया हुआ एक बात मैं आपको बताना चाहता हूँ कि ये 12 साल के आमीन जो बीमार रहने वाली जो स्त्री की जो कारणे हैं वो आपको बताना आवश्यक नहीं है। बार बार इन बातों को हम जब बताते हैं तो सुनने वाले जो जवान युवतियां हैं या उम्र वाले जो लोग हैं जो इस प्रकार से तकलीफों में से गुजरते हैं, वो सुनकर वो बहुत चिड़चिड़ापन उनको महसूस होती है। इस कारण से हम जितना संभव है उस कारणों को हम ना बताएं, हम कितना केवल इतना ही कहे कि 12 साल से जो बीमार एक स्त्री है, ऐसे हम आमीन संबोधन कर सकते हैं। ആമേൻ. ഹല്ലേലൂയ. അവളുടെ ജീവിതത്തിലും ഈ സൗഖ്യങ്ങളെല്ലാം നടന്നു. उस സമരിറ്റൻ उस വുമന്റെ ജീവിതത്തിലും ഈ സൗഖ്യങ്ങളെല്ലാം നടന്നു. യോഹന്നാൻ 4-ലെ ശമരിയാക്കാരിയ സ്ത്രീയുടെ ജീവിതത്തിലും ഈ സൗഖ്യങ്ങളെല്ലാം നടന്നു. ആമേൻ. അങ്ങനെ നാം വചനം ശുശ്രൂഷിക്കുമ്പോൾ ഈ വിധ സൗഖ്യങ്ങൾ നടക്കും എന്ന് പ്രസംഗിക്കുന്ന ആൾ വിശ്വസിക്കുകയും കേൾക്കുന്നവർ വിശ്വസിക്കുകയും ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ, ഞാൻ ഇന്ന് യേശു കർത്താവിന്റെ ശുശ്രൂഷകളെയാണ് പഠിപ്പിക്കുന്നത്, എന്നാലും നിങ്ങൾക്കൊരു സൗഖ്യം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വചനങ്ങളിൽ കൂടെ അത് പിടിച്ചെടുക്കുവാൻ കഴിയും. और इस प्रकार से उस स्त्री के जीवन में भी और साथ साथ यूहन्ना 4 में हम देखते हैं उस सामरी स्त्री के जीवन में भी सब प्रकार का चंगाई को वो अपने जीवन में अनुभव करते हैं। यीशु मसीह के सेवा कार्य के बारे में मैं बता रहा हूँ, लेकिन फिर भी हमें ये बात को याद रखना है कि इन वचनों के द्वारा हम अपने जीवन में सारे चंगाई के अनुभवों को हम प्राप्त कर सकते हैं। ആമേൻ. സൗഖ്യമാക്കുന്ന ശുശ്രൂഷയ്ക്ക് ഏറ്റവും ആവശ്യമായിരിക്കേണ്ടുന്ന കാര്യം മറ്റുള്ളവരോടുള്ള അനുകമ്പയാണ്. ഒരാളോട് നമുക്ക് അനുകമ്പയില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രോഗസൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമുക്ക് മനസ്സ് വരത്തില്ല. चंगाई करने वाला एक विषय में सबसे बड़ा आवश्यक बात है कि हमें एक दूसरे के प्रति संवेदनशील होना है और उनके प्रति हमारे आमीन एक 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 विचार हमेशा उनके लिए बने रहना है।
പക്ഷേ 4ഉം 5ഉം പറയാൻ ബാക്കി ഒരു 5-10 മിനിറ്റ് കൂടെ എടുക്കാവോ? 8 മിനിറ്റ് കൂടെ എടുക്കാവോ? കുഴപ്പമില്ല പാസ്റ്റർ. എടുക്കാമല്ലോ. ഓക്കെ ഓക്കെ. ആമേൻ. നെഞ്ചിൽ ഞാൻ പെട്ടെന്ന് തന്നെ പറയാം. 4-മത്തെ ശുശ്രൂഷ കർത്താവിന്റെ പ്രാർത്ഥനയുടെ ശുശ്രൂഷയാണ്. चौथा बात जो यीशु मसीह की सेवकाई के अंदर रहा है वो है प्रार्थना का वो सेवकाई. അതിൽ 1-മത്തെ വിഷയം യേശു ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. उसमें सबसे पहला बात ये हम देखते हैं कि यीशु जो था एक प्रार्थना करने वाला एक व्यक्ति था. ഏറ്റവും കൂടുതൽ ശുശ്രൂഷ കർത്താവ് ചെയ്തത് പ്രാർത്ഥനയിലാണ്. सबसे बड़ा सेवकाई यीशु मसीह ने अपने जीवन में प्रार्थना के द्वारा उसे पूरा किया है. ആമേൻ. ഒരു നമ്പർ 1 ഉദാഹരണം മാർക്കോസ് 1:35. पहला उदाहरण को हम देखते हैं मरकुस का सुसमाचार 1 अध्याय उसके 35वें पद को हम पढ़ेंगे. ആമേൻ. നേരം പുലരുന്നതിന് മുമ്പേ അവൻ അധികാലത്ത് എഴുന്നേറ്റ് പോയി എന്നുള്ള ആ വചനം. और वचन वहां पे इस प्रकार से बताया जाता है कि भोर होने से पहले वे आमीन प्रार्थना करने के लिए चले गए. 2-മത്തെ ഉദാഹരണം ലൂക്ക് 5:16. दूसरा उदाहरण है लूका रचित सुसमाचार 5 अध्याय से 16 पद. ആമേൻ. അവൻ കാടുകളിൽ പോയി പരന്തുപോയി ജംഗിൾ മേ ആമേൻ അലഗ് ജാകർ പ്രാർത്ഥന കിയ. കാടുകളിൽ പോയി ആമേൻ വിജനമായ സ്ഥലങ്ങളിൽ പോയി പ്രാർത്ഥിച്ചു. और वचन कहता है कि वो जंगली स्थानों में जाकर प्रार्थना करते थे. അടുത്ത ഉദാഹരണം ലൂക്കോസ് 6:12. अगला उदाहरण है लूका रचित सुसमाचार 6 का 12 पद. ആ ദിവസങ്ങളിൽ അവൻ പർവ്വതങ്ങളിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. उन दिनों में वे पर्वतों की ओर जाकर प्रार्थना किया करता था. യേശു കർത്താവിന്റെ പ്രാർത്ഥനയുടെ 3 സ്വഭാവങ്ങൾ നിങ്ങൾ എഴുതിയെടുക്കുക. यीशु मसीह का प्रार्थना का 3 स्वभावों को आप अपने जीवन में लिख कर रख सकते हैं. 1, അവൻ നിരന്തരം പ്രാർത്ഥിക്കുന്ന മനുഷ്യനായിരുന്നു. 1-മത്തെ ഗുണം एक है താൻ നിരന്തരം പ്രാർത്ഥിക്കുന്ന മനുഷ്യനായിരുന്നു. He was consistent in his prayer. यीशु मसीह का सबसे पहला एक गुण ये था कि वो निरंतर प्रार्थना करने वाला एक व्यक्ति था. ആമേൻ. 2-മത്തെ ഗുണം ആമേൻ പിതാവുമായിട്ടുള്ള ഗഹനമായ ബന്ധത്തിലാണ് താൻ പ്രാർത്ഥിച്ചത്. അബ്ബ എന്ന് വിളിച്ചുകൊണ്ടാണ് താൻ പ്രാർത്ഥിച്ചത്. दूसरा गुण यीशु मसीह के अंदर ये बात को हम देखते हैं कि वो पिता के साथ एक गहरे संबंध में वे प्रार्थना करते थे. वो पिता को अब्बा पिता ऐसे कहकर पुकारते थे. 3-മത്തത് അവന്റെ പ്രാർത്ഥനയിൽ സാമർഥ്യമുണ്ടായിരുന്നു. ലാസറിന്റെ കല്ലറയ്ക്കൽ ചെന്ന് ലാസറെ പുറത്തു വരിക എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അവന്റെ പ്രാർത്ഥനയിൽ സാമർഥ്യമുണ്ടായി. और तीसरी बात हम देखते हैं कि उसकी प्रार्थना में जो है सामर्थ्य था कि वो जब इस प्रकार से कहता है कि लाजर बाहर आ तो तुरंत उसकी आमीन आमीन वो उठकर बाहर आए. ആമേൻ. നമുക്ക് എന്താണ് ഇതിൽ നിന്ന് പഠിക്കാൻ കഴിയുന്നത്? हमें इन वचनों से क्या क्या बातों को सीख सकते हैं? നമുക്ക് എങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയും? सबसे पहली बात हम कैसे प्रार्थना कर सकते हैं? ആമേൻ. നമുക്ക് അന്യഭാഷയിൽ പ്രാർത്ഥിക്കാം. हमें अन्य भाषा में हम प्रार्थना कर सकते हैं. നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യാൻ കഴിയും. हम आमीन बिचवाई की प्रार्थना को कर सकते हैं. നമ്മൾ ആത്മീയ യുദ്ധം ചെയ്ത് പ്രാർത്ഥിക്കുവാൻ കഴിയും. हम आत्मिक युद्ध करते हुए प्रार्थना कर सकते हैं. ആമേൻ. എന്റെ സൈഡിൽ നിന്ന് ഞാൻ ഒരു കാര്യം നിങ്ങൾക്ക് പറയുകയാണ്. നിങ്ങൾ ഒരിടത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ഉറക്കം വരികയാണെങ്കിൽ നിങ്ങൾ എഴുന്നേറ്റ് നടന്ന് പ്രാർത്ഥിക്കുക. और मैं अपने तरफ से भी एक बात को बताना चाहता हूं कि यदि आप एक जगह बैठकर प्रार्थना करते हैं और आपको नींद आता है तो आप उठकर चलते हुए भी प्रार्थना कर सकते हैं. ആമേൻ. യേശു കർത്താവിന്റെ പ്രാർത്ഥനയുടെ ഉദ്ദേശങ്ങൾ അല്ലെങ്കിൽ നമ്മൾ എന്തിനാണ് പ്രാർത്ഥിക്കേണ്ടത്? ആമേൻ. യേശു കർത്താവിന്റെ പ്രാർത്ഥനയുടെ ഉദ്ദേശങ്ങൾ ബ്രാക്കറ്റ് വേണം ഇങ്ങനെ എഴുതുക. എന്തിന് നമ്മൾ പ്രാർത്ഥിക്കണം? यीशु मसीह का प्रार्थना का उद्देश्य क्या था और हम किस विषय के लिए प्रार्थना करना चाहिए या हमारा उद्देश्य क्या होना है प्रार्थना का? 3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. 3 विषय के लिए हमें प्रार्थना करना है.
ആമേൻ. ഒന്ന്, ദൈവത്തിൽ നിന്നൊരു ഗൈഡൻസ് നമുക്ക് ലഭിക്കും. पहला है परमेश्वर से हमें एक अगुवाई पाने के लिए प्रार्थना करना है। ആമേൻ. രണ്ട്, ദൈവത്തിൽ നിന്നൊരു സാമർഥ്യം നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണം. दूसरा है परमेश्वर से एक सामर्थ्य को प्राप्त करने के लिए हमें प्रार्थना करना है। മൂന്നാമത്തത്, പിതാവുമായിട്ടുള്ള ആ ബന്ധം നിലനിർത്തുവാൻ നാം പ്രാർത്ഥനയിലിരിക്കണം. तीसरा बात है कि वो पिता के साथ वो संबंध को हमेशा बनाए रखने के लिए प्रार्थना करना है। യേശു കർത്താവ് ഈ മൂന്ന് വിഷയങ്ങൾക്ക് വേണ്ടിയാണ് കൂടുതലും പ്രാർത്ഥിച്ചത്. यीशु मसीह जो है इन 3 विषयों के लिए अधिकतर समय प्रार्थना करते थे। ആമേൻ. അഞ്ചാമത്തെ വിഷയത്തിലേക്ക് പെട്ടെന്ന് നമുക്ക് വരാം. അഞ്ചാമത്തത് पा- ശുശ്രൂഷ. पांचवा विषय में हम जल्दी से आते हैं। पांचवा है सेवा टहल करना। മർക്കോസ് 10:45. മാർക്ക് 10:45. मरकुस 10 का 45वें पद में हम देखेंगे। ആമേൻ. യേശു ശുശ്രൂഷ ഏൽക്കാനല്ല വന്നത്, ശുശ്രൂഷിപ്പാനാണ് വന്നത്. आमीन। यहाँ इस प्रकार से लिखा है कि सेवा लेने नहीं आया है परंतु सेवा टहल करने आया है। ആമേൻ. ഒന്നാമത്തെ പോയിന്റ് ഞാൻ നിങ്ങളോട് പറയുകയാണ്, എന്താണ് ശുശ്രൂഷയുടെ ഒരു സ്വഭാവം എന്തായിരിക്കണം? और पहली बात, पहला बिंदु मैं आपसे ये बात को कहना चाहूंगा कि हमारा सेवकाई की भावना क्या होना है। ആമേൻ. ഒന്നാമത്തെ ഭാവനയാണ് ഒരു ഒരു വിനയം, ഒരു നമ്രത. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ യോഹന്നാൻ 13:14 അത് എഴുതിയിരിക്കുന്നു. पहला एक भावना हमारे अंदर यह होना है कि हमारे अंदर एक नम्रता, विनम्रता के अनुभव में हमें रहना है। ജോൺ 13:14 യേശു ഗുരുവായിരിക്കുകയും ഞാൻ നിങ്ങളുടെ കാല് കഴുകുന്നു എന്ന് പറയുന്ന ആ വചനമാണ്. ആമേൻ. അങ്ങനെ ഒരു നമ്രത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. यूहन्ना 13 का 14 में हम ये बात को देखते हैं कि यीशु गुरु रहते हुए आमीन अपने चेलों के पैरों को वो धोता है। ऐसी प्रकार की नम्रता हमारे जीवन में होना है। ആമേൻ. രണ്ടാമത്തെ കാര്യം, ശുശ്രൂഷയ്ക്ക് വേണ്ടുന്നത് സാക്രിഫിഷ്യൽ മെന്റാലിറ്റി, സാക്രിഫിഷ്യൽ ലൈഫ്. ആമേൻ. ഒരു ബലിദാൻ പൂർണ്ണമാകുന്ന, ആമേൻ, അല്ലെങ്കിൽ ഒരു യാഗമർപ്പിക്കുന്നത് പോലുള്ള നമ്മുടെ ജീവിതം. दूसरा, हमारी सेवकाई में होना ये बात अनिवार्य है कि हमारे अंदर एक बलिदान पूर्वक एक सोच और आमीन एक भावना हमारे जीवन में रहना है। ആമേൻ. ഇംഗ്ലീഷിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, സർവീസ് കോസ്റ്റ് സംതിങ്, സേവാമേ ബലിദാൻ ആത്തായി ആത്തായി. ആമേൻ. ഹല്ലേലൂയ. ശുശ്രൂഷയിൽ ബലി അർപ്പണം, നമ്മളെ തന്നെ അർപ്പിക്കുക എന്നുള്ളത്. അത് ഞാൻ നിങ്ങളോട് കല്യാണത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ മറന്നുപോയി. ഒരു പോയിന്റ് ഇങ്ങനെ എന്റെ മനസ്സിൽ കിടന്ന് കറങ്ങുമായിരുന്നു. ചിലരുടെ കുഞ്ഞുങ്ങൾ, ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കണമേ, ചിലരുടെ കുഞ്ഞുങ്ങൾ മാതാപിതാക്കൾ പറയുന്നത് പൂർണ്ണമായിട്ട് അനുസരിക്കത്തില്ല. ചിലരുടെ കുഞ്ഞുങ്ങൾ ദൈവിക കാര്യങ്ങളിൽ താല്പര്യമില്ലാത്തവരാണ്. കല്യാണം കഴിഞ്ഞപ്പോൾ പിന്നെ ഭർത്താവിന്റെ ഇഷ്ടത്തിലും ഭാര്യയുടെ ഇഷ്ടത്തിലും അവര് സമ്പൂർണമായി നേരത്തെയുള്ള ജീവിതത്തിൽ അല്ല ഇപ്പോഴ് അവർ ആത്മീയ നിലവാരം കുറഞ്ഞുപോയി എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ദൈവദാസന്മാരും അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എന്നോട് പേഴ്സണലായിട്ട് പറഞ്ഞ കാര്യമാണ്, ഇഫ് യു വാണ്ട് ടു സീ ദ ബ്ലെസ്സിങ് ഓഫ് യുവർ ചിൽഡ്രൻ, യു ഓഫർ ദം ഇൻ ടു മൈ ആൾട്ടർ. എന്റെ യാഗപീഠത്തിൽ അവരെ അർപ്പിച്ച് നീ പ്രാർത്ഥിക്കുക. അങ്ങനെ ഞാൻ ഡൽഹിയിൽ ഓൾട്ടറിലിരുന്ന് പ്രാർത്ഥിച്ചപ്പോഴാണ് ഒരു 2-3 മാസം കഴിഞ്ഞ് എന്റെ മൂത്ത മകളുടെ കല്യാണം ഫിക്സ് ആയത്. അങ്ങനെയാണ്, കർത്താവേ എന്റെ കുഞ്ഞുങ്ങളെ നിന്റെ യാഗപീഠത്തിൽ അർപ്പിക്കുന്നു എന്ന് മാതാപിതാക്കൾ പ്രാർത്ഥിക്കുക. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ശുശ്രൂഷയ്ക്ക് ഇത് തന്നെയാണ് ഇവിടെ ആമേൻ ആവശ്യം. ആമേൻ. सेवा संबंधित हमें ये बात को ध्यान रखना है कि एक बलिदान पूर्वक जीवन हमें जीना जरूरी है। तो विवाह के संबंधित बातों को जब मैं बता रहा था, ये बात बोलने के लिए मैं छूट गया कि हमें भी हमेशा ध्यान रखना है, यदि हमारे बच्चे विवाह के बाद भी या विवाह के पहले भी हमारी बातों के अनुसरण नहीं करते हैं, वो आत्मिक कार्यों में ज्यादा आमीन ध्यान नहीं दे रहे हैं, ऐसे आपको लगने लग रहा है, तो हमेशा याद रखना है कि आप अपने बच्चों को आमीन परमेश्वर की सेवा के लिए समर्पित करना या प्रभु का उस आमीन उस वेदी में उन्हें समर्पित करना जरूरी है। और आमीन अपने सेवकाई क्षेत्रों में भी ये बात को हमें हमेशा ध्यान रखना है।
ഞാൻ നിങ്ങളോട് ഗ്യാരണ്ടി ആയിട്ട് പറയാണ്, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ കർത്താവിന്റെ യാഗപീഠത്തിൽ അർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ആ കുഞ്ഞുങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയും ദൈവം ആഗ്രഹിക്കുന്നത് പോലെയും ദൈവത്തിൽ മടങ്ങി വരികയും അവർക്ക് ഭയങ്കരമാകുന്ന നന്മകൾ ദൈവം ചെയ്തു കൊടുക്കുകയും ചെയ്യും. मैं आपको ये बात निश्चय कहता हूं कि यदि आप अपने बच्चों को परमेश्वर के इस बलिदान के वेदी में रखते हैं तो ये बात का निश्चय है कि परमेश्वर जैसा चाहेगा वैसे आपके बच्चों को परमेश्वर लेकर आएगा। ആമേൻ. ശുശ്രൂഷയ്ക്ക് എന്തൊക്കെയാണ് വേണ്ടുന്നതെന്നാണ് നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, നമ്രത. ആമേൻ. വിനയം. രണ്ട്, ആമേൻ, യാഗമാകുന്ന ഒരു സ്വഭാവം. ആമേൻ. മൂന്നാമത്തതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, സ്നേഹമുണ്ടായിരിക്കണം. എല്ലാം സ്നേഹത്തിൽ കൂടെ ആയിരിക്കണം ചെയ്യേണ്ടത്. और सेवकाई में हमें क्या क्या होना है, ये बात को हमें सीख रहा था कि पहला है कि हमारे जीवन में नम्रता होना जरूरी है, दूसरा है एक बलिदान पूर्व एक जीवन जीना जरूरी है, तीसरा है आमीन हमारे अंदर प्रेम होना जरूरी है। हम जो भी करते हैं सब कुछ प्रेम में हमें करना है। आमीन। लेकिन प्रेम में धोखा है। सॉरी, मैंने हिंदी लगा। ആമേൻ. ഈ സ്നേഹം എന്ന് പറയുന്ന വാക്കിനകത്തിൽ ആമേൻ വളരെ ആമേൻ ആമേൻ എന്തൊക്കെയോ നിഗൂഢതകൾ ഒളിഞ്ഞിരിപ്പാണ്. ഞാൻ ആ 3 വിധത്തിലുള്ള സ്നേഹത്തെ കുറിച്ച് നിങ്ങളെ പറഞ്ഞു. 4 വിധത്തിലുള്ള സ്നേഹത്തെ കുറിച്ച് നിങ്ങൾക്ക് പറയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. സ്നേഹം എന്ന് പറയുന്ന ഇതാ ഇപ്പൊ കറക്റ്റ് മലയാളം കിട്ടി. സ്നേഹം എന്ന് പറയുന്ന വാക്കിനകത്തിൽ ഭയങ്കര വഞ്ചനയുണ്ട്. അത് നാം മനസ്സിലാക്കണം. ये बात को ध्यान रखना है कि ये प्रेम ये शब्द में बहुत धोखा छिपी हुई रहती है। इसके बारे में मैं जब संक्षिप्त आगे बताऊंगा तब ये बात को आप और समझ पाएंगे। 4 പ്രകാരത്തിലുള്ള സ്നേഹമുണ്ട്. അത് മാതാപിതാക്കളും പ്രായമുള്ളവരും ദൈവദാസന്മാരും എല്ലാം അറിഞ്ഞിട്ട്, ദൈവദാസന്മാർക്ക് അറിയാം, എന്നാലും നിങ്ങൾ എഴുതുന്നവർ എഴുതുക. 4 പ്രകാരത്തിലുള്ള സ്നേഹങ്ങളുണ്ട്. 4 प्रकार का प्रेम होता है। जो आप माता पिता हैं और आप जो प्रभु के सेवा करने वाले हैं, आप इन बातों को आप लिख कर रख सकते हैं। ഒന്ന്, അഗാപ്പെ സ്നേഹം, ദൈവികമാകുന്ന സ്നേഹം. एक है आमीन जो है अगापे शब्द उपयोग करते हैं, जो परमेश्वर या ईश्वरीय प्रेम जो हम समझते हैं। അതിൽ ഒരു പ്രതിഫലവും ഇച്ഛിക്കുന്നില്ല. അതാണ് ആ സ്നേഹത്തിന്റെ ഗുണം. और ये जो प्रेम है ईश्वरीय प्रेम में कोई भी प्रकार का लाभ इच्छा को वो नहीं चाहते हैं। 2, ഫീലിയ എന്ന് പറയുന്ന ഒരു സ്നേഹമുണ്ട്. दूसरा है फिलेया नाम का जो प्रेम। ആമേൻ. അത് ഫ്രണ്ട്ഷിപ്പിനെ കാണിക്കുന്നു. എന്റെ കൂട്ടുകാരനെ ഞാൻ സ്നേഹിക്കുന്നു, എന്റെ കൂട്ടുകാരിയെ ഞാൻ സ്നേഹിക്കുന്നു. അത് ഫ്രണ്ട്ഷിപ്പ് ആയിട്ടുള്ള ഒരു സ്നേഹമാണ്. दूसरा जो प्रेम है वो मित्रता के बीच में, मित्रों के बीच के प्रेम को वो दर्शाता है, जिस प्रकार एक मित्र अपने मित्र से प्रेम रखते हैं। ആമേൻ. മൂന്നാമത്തെ സ്നേഹത്തിന് ഇട്ടിരിക്കുന്ന പേരാണ് സ്റ്റോർഗേ. അത് കുടുംബത്തിന് ഉള്ളിലുള്ള സ്നേഹമാണ്, പാരിവാരിക പ്രേമമാണ്, മാതാപിതാക്കളും കുഞ്ഞുങ്ങളും ഒക്കെ തമ്മിലുള്ള സ്നേഹം. സ്റ്റോർഗേ. और तीसरा प्रेम है स्टोरगे शब्द उपयोग किया गया है, वो पारिवारिक प्रेम है, एक पति पत्नी और बच्चों के बीच में जो प्रेम दिखते हैं। ആമേൻ. നാലാമത്തതാണ് ഇറോസ്. അത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹമാണ്. चौथा है इरोस या फिर वो परिवार में पति पत्नी के आपसी संबंध में जो प्रेम है। ആമേൻ. അതും ആമേൻ ദൈവത്തിന്റെ വിശുദ്ധിയിലും ദൈവത്തിന്റെ കീഴ്പ്പടിയിലും മാത്രം ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ് ഇറോസിനകത്തിലുള്ളത്. और ये जो है परमेश्वर का आमीन पवित्रता में और प्रभु का प्रेम में रहकर करने वाला एक कार्य होता है। ആമേൻ. നമ്മുടെ അടുത്ത് വന്ന് നമ്മളോട് സ്നേഹം കാണിക്കുന്നവർ ഈ 4 വിധത്തിലുള്ള സ്നേഹത്തിൽ ഏത് സ്നേഹമാണ് കാണിക്കുന്നത്? പ്രത്യേകിച്ച് സ്ത്രീകൾ ആമേൻ ഹല്ലേലൂയ ഇതിനെക്കുറിച്ച് ഗഹനമായി പഠിക്കുകയും അറിയുകയും കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യേണ്ടുന്നത് വളരെ ആവശ്യമാണ്. और हमारे आपस में आमने सामने आने वाले लोग जो हैं, विशेष करके बहनों के बीच में जो आमीन जो सेवा करते हैं या वो जो हमारे बीच में आते हैं, उन्हें विशेष करके ये बातों को सिखाना और समझाने का एक विषय है ये। സാവധാൻ. ശുശ്രൂഷയിൽ നിൽക്കുന്നവർ വളരെ ശ്രദ്ധിക്കേണ്ടുന്നതാണ് ഈ 4 വിധത്തിലുള്ള സ്നേഹം. और जो विशेष करके सेवकाई में है वे इन बातों को बहुत आमीन ध्यान करना आमीन अनिवार्य होता है।
നിങ്ങൾ തെറ്റായ സ്നേഹത്തിൽ വീണുപോയാൽ നിങ്ങളുടെ ശുശ്രൂഷ പോകും. നിങ്ങൾ അനേകരെ വഞ്ചിക്കുന്നവരായിത്തീരും. आप गलत प्रेम में पड़ जाएंगे तो आपकी आमीन सेवकाई है जो खत्म हो जाएगी और आप बहुत लोगों को धोखा दे सकते हैं। ഒരു വചനം ഞാൻ നിങ്ങളെ എഴുതിക്കുന്നു, ഗലാത്യർ 3:3. एक आयत को मैं आपके लिए लिखता हूँ, गलातियों की पत्री 3 अध्याय और 3 वचन। അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, നീ ആത്മാവിൽ തുടങ്ങിയിട്ട് ശരീരം കൊണ്ട് അവസാനിപ്പിക്കുന്നു എന്ന്. और वहां पर इस प्रकार से लिखा हुआ है कि आत्मा में आरंभ करते हैं और शरीर में खत्म करते हैं। ആമേൻ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എന്താണ് ചെയ്യേണ്ടുന്നത്? ശുശ്രൂഷയ്ക്ക് എന്തൊക്കെയാണ് ആവശ്യം? വളരെ നമ്രത ആവശ്യമാണ്. ഒരു സാക്രിഫിഷ്യൽ മെന്റാലിറ്റി നമുക്ക് ആവശ്യമാണ്. മറ്റുള്ളവരോടുള്ള ഒരു ദൈവികമാകുന്ന സ്നേഹം ശുശ്രൂഷയിൽ നമുക്ക് ആവശ്യമാണ്. आमीन। सेवकाई में हमें क्या क्या जरूरी है? पहला है कि हमें आमीन एक आमीन बलिदान पूर्व एक जीवन जरूरी है, एक नम्रता का जीवन जरूरी है और साथ साथ प्रेम हमारे जीवन में रहना जरूरी है। എന്റെ പ്രസംഗത്തിന്റെ അവസാന നിമിഷത്തിലേക്ക് ഞാൻ വന്നിരിക്കുകയാണ്. मेरे प्रचार के आखिरी समयों में मैं आ पहुंचा है। യോഹന്നാൻ 14:12, യോഹന്നാൻ 14:12. यूहन्ना के सुसमाचार 14 अध्याय उसके 12 पद। അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഞാൻ സ്വർഗത്തിൽ പോകുന്നത് കൊണ്ട് നിങ്ങൾ എന്നെക്കാളും വലിയ ശുശ്രൂഷകൾ ചെയ്യും. वहां पर इस प्रकार से लिखा हुआ है कि मैं स्वर्ग जाऊंगा और तुम जो है मुझसे भी बढ़कर सेवकाई करोगे। യേശു കർത്താവ് ആഗ്രഹിക്കുന്നത് യേശുവിനേക്കാൾ നല്ലവണ്ണം നിങ്ങൾ പ്രസംഗിക്കണമെന്നാണ്. यीशु मसीह चाहता है कि यीशु मसीह से भी बढ़कर हम अच्छे प्रचार को करने वाला बने। യേശു കർത്താവ് ആഗ്രഹിക്കുന്നത് യേശു കർത്താവിനേക്കാട്ടിൽ നല്ലൊരു ടീച്ചറായി നിങ്ങൾ മാറണമെന്നാണ്. यीशु मसीह चाहता है कि यीशु मसीह से भी हम बढ़कर एक अच्छे उपदेश या शिक्षक हम बने। യേശു കർത്താവ് ആഗ്രഹിക്കുന്നത് യേശുവിനേക്കാട്ടിൽ നല്ല ഒരു സൗഖ്യം കൊടുക്കുന്ന ഒരു അപ്പോസ്റ്റലായി നിങ്ങൾ മാറണമെന്നാണ്. यीशु मसीह चाहता है कि यीशु मसीह से भी बढ़कर एक अच्छा आमीन एक चंगाई देने वाला एक प्रेरित के समान हम और आप बन सके। യേശു കർത്താവ് ആഗ്രഹിക്കുന്നത് ഞാൻ പ്രാർത്ഥിച്ചതിലും കൂടുതൽ എന്റെ മകനും എന്റെ മകളും പ്രാർത്ഥിക്കണമെന്നാണ്. यीशु मसीह चाहता है कि हम जो प्रार्थना किया है उससे भी बढ़कर मेरा बेटा या बेटी प्रार्थना करना है। ആമേൻ. യേശു കർത്താവ് അഞ്ചാമത്തെ കാര്യം, ആമേൻ, യേശു കർത്താവ് ജനങ്ങളെ ശുശ്രൂഷിച്ചതുപോലെ അവൻ കുഷ്ഠരോഗികളെ തൊട്ടു. അവൻ ആമേൻ സമൂഹത്തിൽ വിലയില്ലാത്തവരോട് ഹൃദ്യമായി സംസാരിച്ചു. ആമേൻ, അവൻ പാപിയുടെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചു. ആമേൻ, യേശു ആഗ്രഹിക്കുന്നത് ദൈവിക സ്നേഹത്തിൽ അവനെക്കാട്ടിലും കൂടുതൽ ആമേൻ പാപികളെ സ്വർഗരാജ്യത്തിലേക്ക് നേടുന്നവരായി നമ്മൾ മാറണം. അതാണ് യേശു നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. यीशु मसीह ने अपने सेवा कार्य में कैसे अपने कार्यों को किया, जिस प्रकार से उसने पापियों से प्रेम रखकर उन्हें आमीन उद्धार के मार्ग में ले आया, वैसे हम भी अपने जीवन कार्य में ऐसे कार्यों को करने के लिए वो चाहत रखता है। നമ്മുടെ കണ്ണുകൾ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. आइए अपनी आंखों को बंद करें, हम प्रार्थना करेंगे। हमारे जीवनों को भी चिंतन ആമേൻ നമ്മൾ ചിന്തിച്ചു നോക്കിയാട്ടെ, നമ്മൾ ഏത് ഏരിയയിലാണ് ആമേൻ കുറവുള്ളവരായി കാണുന്നത്. अपने जीवन को हम जांच के देखेंगे कि हम कौन से क्षेत्र में हमारे जीवन में कमी पाई जा रही है। വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ ഏതൊക്കെ ഏരിയകളിലാണ് നമുക്ക് വളരാൻ ഇനിയും ആവശ്യം. और दूसरी भाषा में यदि हम कहें तो हमारे जीवन में और कौन कौन से क्षेत्र में हमें बढ़ना जरूरी है, अनिवार्य है। ആമേൻ, ഹല്ലേലൂയ. സ്വർഗ്ഗീയ പിതാവേ, ഞാൻ ആമേൻ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ സൂമിൽ കയറി വചനം ശ്രദ്ധിച്ച എല്ലാവരെയും ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ ലൈഫ് ആൻഡ് ടീച്ചിങ്ങിൽ നിന്നാണല്ലോ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നത് കർത്താവേ. ആമേൻ, നീ 5 പ്രകാരത്തിലുള്ള ശുശ്രൂഷകളാണല്ലോ ചെയ്തത്. ആമേൻ, 5 പ്രകാരത്തിലുള്ള ശുശ്രൂഷകളും ചെയ്ത് ഈ ജനങ്ങൾ ഓരോരുത്തരും ദേശത്ത് ശോഭിക്കുന്നവരായി തീരുവാൻ, ദേശം പിടിച്ചടക്കുന്നവരായി തീരുവാൻ ആമേൻ അവരെ സഹായിക്കണമേ എന്ന് ഞാൻ അവരെ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചു. ആമേൻ, അവരെ വിടുന്നു കർത്താവേ. നീ അവരെ ധാരാളമായി അനുഗ്രഹിക്കണം. അങ്ങയുടെ ദാസൻ തോമസ് പാസ്റ്റർക്കായിട്ട് സ്തോത്രം, കുടുംബത്തിനായിട്ടും കുഞ്ഞുങ്ങൾക്കായിട്ടും അവരുടെ കുടുംബങ്ങൾക്കും അവരുടെ കുഞ്ഞുങ്ങൾക്കായിട്ടും സ്തോത്രം. ട്രാൻസ്ലേഷൻ ചെയ്ത അഭിഷിക്തനായിട്ട് സ്തോത്രം കർത്താവേ. ആമേൻ, ഹല്ലേലൂയ. അദ്ദേഹത്തെയും കുടുംബത്തെയും ഒക്കെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു.
പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശു കർത്താവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ.